സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു സൂം, അതായത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ദി മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്ന ബുക്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എല്ലാം മെന്ററും ട്രെയിനറുമായിട്ടുള്ള രമേശൻ മാഷിനെ ഞാൻ ഈ ഒരു സൂം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി വളരെയധികം സ്നേഹത്തോടെയും ആദരവോടും കൂടി ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം രമേശൻ മാസ്റ്റർ. താങ്ക് യു നയന. ഇന്നലത്തെ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. ഇന്നേക്ക് അത് മാറാൻ കാരണം ഞാൻ ഇന്നലെ കൊച്ചിയില് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു 150ഓളം ലീഡേഴ്സോട് സംസാരിക്കുന്ന ഒരു മനോഹരമായ അവസരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷകരോട് പറയുന്നത്, ഇനി കേരളത്തിന്റെ 14 ജില്ലകളിലും നേരിട്ട് കാണാൻ ഞാൻ എത്തുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ഇന്ററാക്ഷൻസ് നടക്കണമെങ്കിൽ അത് ഇതിനൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ലിങ്ക് തന്നവർക്ക് അറിയാൻ പറ്റും. മേ ബി 22nd November I am coming to കൊട്ടാരക്കര. 21st I am coming back to Cochin once more. ഇങ്ങനെ അതായത് ഈ ഷെഡ്യൂളുകൾ, ഞാൻ എവിടെയൊക്കെ മൂവ് ചെയ്യുന്നുള്ള ഷെഡ്യൂളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരിൽ നിന്ന് ലഭിക്കും. കാരണം 2 കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഒന്ന്, ഓരോ വ്യക്തിയുടെയും ജീവിതത്തില് മാറ്റം എന്നത് അനിവാര്യമാണ്. ആ മാറ്റത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന മേ ബി ഇപ്പൊ 80ഓളം 90ഓളം ആൾക്കാർ ഇനി കൂടിക്കൊണ്ടിരിക്കും. ഈ ആൾക്കാർ എത്ര എന്നല്ല, ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മനോഹരമായ കോട്ടുണ്ട്, ലക്ഷ്യമുള്ള ജീവിതം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 2 തരം ആൾക്കാരാണ്. ഒന്ന്, ലക്ഷ്യമുള്ള ജീവിതമുള്ളവരുണ്ട്, ചിലവർക്ക് ലക്ഷ്യമൊന്നും ഇല്ലാത്തവരുണ്ട്. ലോകത്തിലെ എല്ലാ ജീവികൾക്കും മനുഷ്യനൊഴികെ ഒരു ലക്ഷ്യമുണ്ടാവും, ഉറപ്പാണ്. അത് വളരുക, അത് ഇണചേരുക, അടുത്ത തലമുറയെ സൃഷ്ടിക്കുക, അത് മരിച്ചു പോവുക, ദാറ്റ്സ് ഇറ്റ്. അവർക്ക് ലക്ഷ്യമുണ്ട്. അതുപോലെ തന്നെ അവരുടെ സോഫ്റ്റ്വെയർ, അവരുടെ ബ്രെയിനിൽ ഒരിക്കലും ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നൊരു സംഭവമൊന്നുമില്ല. അസൂയ പിടിക്കുന്ന ഒരു പട്ടിയെ നിങ്ങൾ കാണാൻ പറ്റില്ല, അസൂയ പിടിക്കുന്ന പൂച്ചയെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അവരൊക്കെ ജീവിതത്തിന്റെ സക്സസ് നേടിയിട്ടാണ് ഈ ലോകത്ത് പോകുന്നത്. പലപ്പോഴും ഞാൻ ഏകാന്തമായിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഇതൊക്കെ തന്നെയാണ്. പ്രാക്ടിക്കൽ വിസ്ഡം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയത് കൊച്ചൗസി ചിറ്റപ്പള്ളിയാണ്. എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണത്. ആ കൊച്ചൗസി ചിറ്റപ്പള്ളിയുടെ ആ പുസ്തകത്തിൽ പ്രാക്ടിക്കൽ വിസ്ഡത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കോട്ടാണിത്. എന്താണ് ജീവിത ലക്ഷ്യം എന്ന് വെച്ചാൽ, ലക്ഷ്യമുള്ള ജീവിതം. എന്റെ ജീവിതത്തിൽ ഞാൻ ഏതാണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യം എന്റെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ആളോടാവാം. ഇന്ന് ഞാൻ എന്റെ സ്കൂളിലെ ഒരു ട്രസ്റ്റിന്റെ മേ ബി ഒരു പിരിവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ വീടുകളിൽ പോയി. ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ. ആ സമയത്തൊക്കെ ഞാൻ പല കുട്ടികളെ കണ്ടു, എന്താണ് ലക്ഷ്യം, എന്താണ് സ്വപ്നം. പല കുട്ടികളും പറഞ്ഞു, ഞാൻ ബിടെക് പഠിക്കുന്ന, എനിക്ക് ലക്ഷ്യമൊന്നുമില്ല. അപ്പൊ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം, ഈ വൈകുന്നേരം 9:15 മുതൽ 10:15 വരെ ഇരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതിനുള്ള പല പല വഴികളുണ്ട്. എളുപ്പത്തിലെത്താം, വളരെ വൈകി എത്താം. നിങ്ങൾ ലക്ഷ്യത്തിൽ എന്തായാലും എത്തും. അതിനെത്താനുള്ള വഴികൾ നടക്കുന്ന പുസ്തകങ്ങളാണ് ഈ സെൽഫ് ഹെൽപ്പ് സീരീസ് പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ച ഒരു പുസ്തകമാണ് ദ മാജിക് ഓഫ് തിങ്കിങ്. ഇത് ഞാൻ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നതാണ്. കാരണം ചിലർ ഇന്ന് ഫസ്റ്റ് ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇന്നത്തോടുകൂടി ഈ റെപ്പിറ്റേഷൻ പ്രോഗ്രാം നമ്മൾ അവസാനിക്കും. പിന്നെ ഈ പ്രോഗ്രാം, ഈ പുസ്തകം കഴിഞ്ഞിട്ട് പിന്നെ 2 അധ്യായത്തോടുകൂടി പുസ്തകം അവസാനിക്കും. അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു റിവിഷൻ ലെസൺ നടത്തും ഒരു ദിവസം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. എല്ലാവരും പുസ്തകം വായിക്കണം. ആമസോണിൽ അവൈലബിൾ ആണ്, മലയാളത്തിൽ അവൈലബിൾ ആണ്, ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. എനി ലാംഗ്വേജ് ഇറ്റ് ഇസ് ദേർ. ഒരുപക്ഷെ ജീവിതത്തിന്റെ നിരാശ പിടിച്ച ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ ഈ പ്രോഗ്രാം കേൾക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന, ഈ പുസ്തകം വായിച്ചുകൊണ്ട് ഒരു 1.5 മാസമെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിൽ പോവുക. കഴിയുമെങ്കിൽ എന്നെ എവിടുന്നെങ്കിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ. പൂർണ്ണമായും ഞാൻ ഈ വേദിയിൽ തന്നെ, ഒരുപാട് വേദിയിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ സൊസൈറ്റിക്ക് വേണ്ടി എന്നെ മാറ്റിവെച്ചൊരു മനുഷ്യനാണ്. എന്റെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കുന്നുണ്ട്, അതൊക്കെ ഭഗവാൻ ശരിയാക്കുന്നുണ്ട്. പക്ഷെ ഓരോ മനുഷ്യരിലും മാറ്റം ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും ചെറിയ സന്തോഷം ലഭിക്കുന്നത്. കുറച്ചു നേരത്തെ ഞാൻ കൊച്ചിയിൽ നിന്ന് ഇന്നലെ പരിചയപ്പെട്ട എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അഭിലാഷുമായി സംസാരിക്കുകയായിരുന്നു. അഭിലാഷ് പറഞ്ഞ ഒരു കാര്യം, നമുക്കൊരു മാറ്റം ഉണ്ടാക്കാനുള്ള ഒരു അവരോട് ഞാൻ പറഞ്ഞതും, ഒരു മാറ്റം ഉണ്ടാക്കുന്ന വലിയൊരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ എന്തുകൊണ്ട് ആരും അത് ശ്രമിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ.
നമ്മളൊക്കെ അറിയുന്ന പോലെ ഒരു ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഒരു അത്ഭുതം ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ഒരു ചിന്തയിൽ നിന്ന്, ഒരു ഇൻസിഡന്റിൽ നിന്നാണ് ഗാന്ധി ജനിക്കുന്നത്. പിന്നീട് നീണ്ട അദ്ദേഹത്തിന്റെ ജീവിതം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് ലക്ഷക്കണക്കിന് ആൾക്കാരിലായിരുന്നു. ഞാൻ തൊട്ട് മുമ്പേ വർക്ക് ചെയ്ത സ്കൂളിൽ, മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, അവിടെ ഞാൻ ജോയിൻ ചെയ്യുന്ന കാലത്ത്, അവിടെ 20 വർഷം ഞാൻ ഉണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞിക്കണ്ണാടൻ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞിക്കണ്ണാടൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റ് അവസാനമായി ആദരിച്ച, അദ്ദേഹം ജീവനോടെ ഇല്ല, അദ്ദേഹത്തെ ഇവിടുന്ന് ഡൽഹിയിൽ കൊണ്ടുപോയി ആ ഇന്ത്യൻ പ്രസിഡന്റ് തന്റെ അതിഥിയായി സ്വീകരിച്ച ഒരു സാധാരണ നാട്ടുപുറത്തുകാരൻ കുഞ്ഞിക്കണ്ണാടൻ. കുഞ്ഞിക്കണ്ണാടൻ എന്നെ കണ്ടാൽ എപ്പോഴും പറയും ഗാന്ധിജിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ മകളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിത്തത്തെ കുറിച്ച് ഒരിക്കലും കുഞ്ഞിക്കണ്ണാടൻ പറഞ്ഞിട്ടില്ല, ഗാന്ധിജിയെ കുറിച്ച് മാത്രം. ഞാൻ ഒരു തവണ അദ്ദേഹത്തോട് ചോദിച്ചു, എത്ര തവണ ഗാന്ധിജിയെ കണ്ടിട്ടുണ്ട് കുഞ്ഞിക്കണ്ണാടൻ? അപ്പൊ പറഞ്ഞു, ഞാൻ ഒരിക്കൽ മാത്രമേ ഗാന്ധിജിയെ കണ്ടിട്ടുള്ളൂ. അത് പയ്യന്നൂരിൽ ഗാന്ധി വന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഉപ്പ് സത്യാഗ്രഹമൊക്കെ വന്നപ്പോൾ ആ കാലഘട്ടത്തിൽ വന്നതാണ്. ഇപ്പോഴൊരു ഗാന്ധി മാവൊക്കെ ഉണ്ട്. പയ്യന്നൂർ ആരെങ്കിലും വരികയാണെങ്കിൽ അത് കാണിച്ചു തരാം. ആ ഗാന്ധിജി ഒരു പ്രാവശ്യം കണ്ടപ്പോൾ, ഒരു മനുഷ്യന്റെ 98ാമത്തെ വയസ്സുവരെ തന്റെ വ്യക്തിത്വം ആ മനുഷ്യനിൽ നിറച്ച ഒരു മനുഷ്യൻ, അതാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയെ സൃഷ്ടിച്ച ഒരു പ്രോസസ് ഉണ്ട്. ആ ഒരു പ്രോസസ്സിലാണ് നിങ്ങളും കൂടെ കടന്നു പോകുന്നത്. ഒട്ടനവധി പേർ എന്നെ ഒരു ദിവസം ഫോൺ ചെയ്യാറുണ്ട്. അവരുടെ പ്രതിസന്ധികളെ കുറിച്ച് പറയാൻ, അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ, അവരുടെ പ്രതീക്ഷകളെ കുറിച്ച് പറയാനൊക്കെ പറയാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യം, നമുക്ക് ഒന്നിച്ചു വിജയിക്കാം. എനിക്ക് ഇന്നലെ വളരെ ഹൃദയസ്പൃക്കായ ഒരു സന്ദേശം ഇന്നലത്തെ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ഒരു സഹോദരി അയച്ചതാണ്. ആ സന്ദേശം ഞാൻ അതിന്റെ ചുരുക്കം മാത്രം പറയാം. എത്രത്തോളം ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് മറ്റുള്ളവർ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതിനാണ് അദ്ദേഹം പറയുന്നത്. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ സാറോട് സംസാരിക്കാനിടയായത്. കാരണം മറ്റൊരു വ്യക്തിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അവരെന്നെ കണ്ടിട്ടില്ല, ഇന്നലെയാണ് ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു ഘട്ടത്തിൽ നിന്ന് സാറോട് സംസാരിച്ചപ്പോൾ എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തോന്നി. ഞാൻ ജീവിതത്തിന്റെ വിജയത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ ആ പ്രേക്ഷക ഇവിടെ ഉണ്ടാവും, എനിക്കറിയില്ല. ആ ഒരു കത്ത് വായിച്ചപ്പോൾ എനിക്ക് മാജിക് ഓഫ് തിങ്കിങ് ബിക്കാണ് ഓർമ്മ വന്നത്. കാരണം ഒരു മനുഷ്യന്റെ ചിന്തകളെ എത്രത്തോളം വലുപ്പമാക്കാൻ സാധിക്കുന്നു എന്നത് മാജിക് ഓഫ് തിങ്കിങ് ബിക്ക് എന്ന പുസ്തകത്തിൽ സാധിച്ചിട്ടുണ്ട്. അത് എഴുതിയ ഡേഷ് വാട്സ് എത്ര ലക്ഷം എന്നല്ല, കോടിക്കണക്കിന് ആൾക്കാരെയാണ് അദ്ദേഹം സ്വാധീനിച്ചത്. എന്റെ ചോദ്യം നിങ്ങളോടാണ്. നിങ്ങളും ഈ വേദി വിട്ടു പോകുമ്പോൾ, നമ്മുടെ ഒരു നാടകരംഗം പോലെയുള്ള വേദി വിട്ടു പോകുമ്പോൾ, നമ്മൾ ഇവിടെ നിന്ന് ഇല്ലാതാകുമ്പോൾ എത്രത്തോളം ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അതിനെ വളർത്തുന്ന മാജിക് ഓഫ് തിങ്കിങ് ബുക്കിന്റെ അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. അത് 11ാമത്തെ അധ്യായമാണ്, ഹൗ ടു ടേൺ ഡിഫീറ്റ് ഇൻടു വിക്ടറി. 10 അധ്യായങ്ങൾ നമ്മൾ കടന്നുപോയി. ഈ പ്രേക്ഷകർ നിരാശപ്പെടേണ്ട. ഇനി ആദ്യ ഘട്ടങ്ങൾ കേൾക്കാത്തവർക്ക് 13 അധ്യായങ്ങൾ കഴിഞ്ഞ് ഇത് അവസാനിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഇതിന്റെ മുഴുവൻ സമ്മറി പറയും. ഒരു കാര്യം ഓർക്കണം, എളുപ്പത്തിൽ ഈ പുസ്തകം വായിക്കാതിരിക്കാനുള്ള ഒരു വഴിയല്ല ഈ പ്രഭാഷണ പരമ്പര. പുസ്തകത്തോട് നിങ്ങളുടെ ഒരു പ്രണയം ഉണ്ടാക്കാനുള്ള ഒരു പരമ്പരയാണ് ഇതെന്ന് ഓർക്കുക. ഹൗ ടു ടേൺ ഡിഫീറ്റ് ഇൻടു വിക്ടറി. എങ്ങനെയാണ് നമുക്ക് പരാജയത്തെ വിജയമാക്കി മാറ്റുന്നത്? ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാര് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, എന്റെ പരാജയത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. അങ്ങനെ വരണമെങ്കിൽ എന്താണ് പരാജയം എന്ന് നമ്മൾ അറിയണ്ടേ? അപ്പൊ ചോദിക്കും, മാഷെ, നമ്മളെ സംബന്ധിച്ചോളം പരാജയത്തിന്റെ ഒരു വലിയ ഒരു എപ്പിസോഡാണല്ലോ എന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം അതൊരു വിഷയമല്ല. യഥാർത്ഥത്തിൽ പരാജയം എന്ന് പറയുന്നത്, നമ്മുടെ ഡേഷ് വാട്സ് പറയുന്ന ഒരു വലിയ രസമുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മളൊരു സാഹചര്യത്തെ വിലയിരുത്തുമ്പോഴാണ് ആ സമയത്തത് പരാജയം. നമ്മുടെ വ്യത്യസ്തമായ ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ ഇരിക്കുന്ന എത്ര പേരാണെന്ന് ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല. ഈ സഹോദരന്മാരൊക്കെ തന്നെ ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഉണ്ടായിട്ടുള്ളത്. അത് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് എന്നാണ് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നത്. അവിടെ ഓരോരാൾക്കും കൊച്ചു കൊച്ചു പരാജയങ്ങളാണ് ഉണ്ടാവുന്നത്. എന്റെ പരാജയമായിരിക്കില്ല നിങ്ങളുടെ പരാജയങ്ങൾ തന്നെ താരതമ്യം ചെയ്താൽ ചിലത് ചെറുതും ചിലത് വലുതുമായിരിക്കും. അവിടെയൊക്കെ നിങ്ങൾ പരിതസ്ഥിതിയിൽ നിന്ന് തോറ്റുപോയിട്ടുണ്ട്. ചിലർ ആ തോറ്റുപോയതിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ചവരുണ്ട്. അവരോടാണ് എനിക്ക് സങ്കടം. ഒരുപക്ഷെ എന്നോട് നേരത്തെ സന്ദേശം അയച്ച സഹോദരി, അവർ കൊടുത്ത സന്ദേശം ഇതാണ്,
എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇവിടെ ചിരിച്ച് സന്തോഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതിനുള്ള വഴി വളരെ എളുപ്പമാണ്. ഒന്ന്, ഇത്തരം കൂട്ടായ്മകൾ വർദ്ധിപ്പിക്കുക. ഈ ജില്ലയുടെ എവിടെയാണെങ്കിലും ലോകത്തിന്റെ ഏത് കോണിലേക്കും ഈ പ്രഭാഷണവുമായി വരാൻ ഞാൻ തയ്യാറാണ്. കാരണം അവിടെ ചിലപ്പോൾ കേൾക്കുന്ന 100 ആളിൽ ഒരാൾ ചിലപ്പോൾ മാറ്റം ഉണ്ടാക്കിയേക്കാം. അതാണ് ഓർക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ഒരാൾ ഡിഫീറ്റ് അല്ലെങ്കിൽ പരാജയം ഉണ്ടാകുമ്പോ പല തരത്തിലാണ് അവരതിനെ അതിനെ റെസ്പോണ്ട് ചെയ്തത്, പ്രതികരിക്കുന്നത്. ഇപ്പൊ ഒരു മരണം ഉണ്ടാവുന്നിരിക്കട്ടെ, എല്ലാവർക്കും ഒരേ ദുഃഖമല്ല ഉണ്ടാവുന്നത്. ചിലർ കരയുന്നു, ചിലർ നോക്കി നിൽക്കുന്നു, ചിലർ വികാരത്തിന്റെ തള്ളിച്ചയിൽ ഒന്നും ശബ്ദിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ അമ്മ മരിച്ച 2 വർഷം മുമ്പേയുള്ള ആ ICU യൂണിറ്റ്. ആ ICUവിൽ എന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുന്നത് ആ എല്ലാ അവയവങ്ങളും പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് ആ അവസാന ബീപ്പും കേട്ടുകൊണ്ട് ആ മരണം നോക്കി നിൽക്കുന്ന ഒരാളായിരുന്നു ഞാനെന്ന്. അവിടെ തൊട്ടടുത്തുണ്ടായിരുന്നത് ഒരു നേഴ്സ് മാത്രം. ഒരു രാത്രി 12:30 1 മണിയാണ് സമയം. ചുറ്റും മഴ, വലിയ മഴയാണെന്ന് പയ്യന്നൂർ. ഞാൻ എനിക്ക് ഒരു തുള്ളി കണ്ണുനീര് പോലും എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ആലോചിച്ചത് ഞാനും ഒരിക്കലും അങ്ങനെ കിടക്കേണ്ടതല്ലേ എന്നുള്ളതായിരുന്നു. ഞാൻ അതിനെങ്ങനെയാണ് ആ സിറ്റുവേഷൻ റെസ്പോണ്ട് ചെയ്തത്. തുടർന്ന് മരണം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ച എന്റെ മകളല്ല, ഞാൻ പഠിപ്പിച്ച ഡോക്ടർ, അവൾ അമൃത ആണ് ഡെത്ത് കൺഫേം ചെയ്തത്. അമൃത നേരെ വരുന്നു, മരണം കൺഫേം ചെയ്തിട്ട് എന്നെ കെട്ടിപ്പിടിച്ച്, കാരണം എന്റെ കൊച്ചുമോളാണ് അവൾ ഒരുപാട് തവണ കരയുന്നു. അപ്പൊ എനിക്ക് വികാരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിച്ചത് നമ്മളും ഇതേപോലെ വിട്ടുപോകേണ്ടവരല്ലേ. അത് ഓർക്കുമ്പോഴാണ് ഞാൻ ഇനി എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിന്ന് പ്രഭാഷണം കേൾക്കുന്നുണ്ടാവും, യാത്രയിലായിരിക്കാം, വീട്ടിലായിരിക്കാം, എവിടെയായിരിക്കാം, നിങ്ങൾ ഓർക്കേണ്ടത് ഈ ഒറ്റ കാര്യമാണ്. ഡിഫീറ്റ് എന്ന് പറയുന്നത് ഒരു റെസ്പോൺസ് ഡിഫറൻസ് മാത്രമാണ്, ഒരു പ്രതികരണമാണ് ഡിഫീറ്റ് എന്ന് പറയുന്നത്. മിസ്റ്റർ സക്സസും മിസ്റ്റർ ഫെയിലിയറും നമുക്കുണ്ട്. നമ്മൾ ആകെ ചെയ്യേണ്ടത് എവിടെയാണോ ഡിഫീറ്റ് വന്നത് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം, റൈസ് ചെയ്യണം. നമ്മൾ പറയാറില്ലേ, ക്രൈസിസ് എന്ന വാക്ക്, അതിൽ റൈസ് എന്നൊരു വാക്കുണ്ട്. നമ്മൾ തിരിച്ചു വരണം. മിസ്റ്റേക്കിൽ ടേക്ക് ഉണ്ട്, നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരണം. എന്നിട്ട് അതിനെ ഒരു വിജയത്തിന്റെ ചാനലാക്കി മാറ്റണം. അതാണ് ഡാഡ് ഷുവാർട്സ് പറയുന്നത്. പക്ഷെ എന്നോട് പലരും പറയുന്നത്, പക്ഷെ ഇത് പറയാൻ വളരെ എളുപ്പമല്ലേ, എന്തുകൊണ്ട് അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ല? ഞാൻ പറയട്ടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, അത് അങ്ങനെ പറ്റും. നിങ്ങൾ പറ്റും എന്ന് പറയുന്ന ഒരാളെടുത്ത് ഉണ്ടായാൽ മതി, വേറൊന്നും ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നൊരു കാര്യമാണ് ക്ഷമ. അതിന് പെർസിസ്റ്റൻസ് എന്നൊക്കെ പറയാം. ഇവിടെ അദ്ദേഹം പറയുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ പഠനം നമ്മൾ ക്ഷമ വേണം, പെർസിസ്റ്റൻസ്, അല്ലെങ്കിൽ അത് സ്ഥിരമായി നിൽക്കാനുള്ള ഒരു ഇച്ഛാശക്തി വേണം. അതിൽ ഒരുപാട് ഒരു മാനേജ്മെന്റ് കൺസൾട്ടന്റിന്റെ ജീവിത കഥയൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. റിസൈലിയൻസ്, അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള കഴിവ്. പരാജയത്ത് തിരിച്ചു വന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും, ഞാൻ ഇന്നലെ കൊച്ചിയിലെ ഉദാഹരണം പറഞ്ഞ മമ്മൂട്ടിയുടെ കാര്യം, അതായത് മമ്മൂട്ടി പരാജയപ്പെട്ടെടുത്ത് തിരിച്ചു വരുമ്പോൾ നമുക്ക് തിരിച്ചു വന്ന മമ്മൂട്ടി മാത്രമേ നമ്മുടെ ചിത്രത്തിലുള്ളൂ. ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് മേടിച്ച മോഹൻലാൽ മാത്രമേ ഉള്ളൂ. തന്റെ ആദ്യ സിനിമ ഇവിടെ പത്രവാർത്ത കണ്ടുകൊണ്ട് അന്ന് ഒരു ഓണമാണെന്ന് തോന്നുന്നു, അന്ന് ഉച്ച ഭക്ഷണം കിട്ടാതെ, ഓണത്തിന്റെ സദ്യ കിട്ടാതെ കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് ഇന്ന് ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങിച്ചത്. അപ്പൊ അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. ഇത് എല്ലാവർക്കും സാധിക്കും. അപ്പൊ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ട ഒന്നാമത്തെ ലേണിംഗ് ഫ്രം സെറ്റ് ബാക്സ് എന്നാണ്. നമ്മുടെ ജീവിതത്തിന്റെ ആ തിരിച്ചടികളിൽ നിന്ന് പഠിക്കണം. ഇത് പറയാൻ വളരെ എളുപ്പമാണ്. വളരെ എന്നോട് പ്രശ്നം, ആ പുസ്തകം ഞാൻ പലതവണ വായിച്ചു, പക്ഷെ എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിൽ ആ പുസ്തകം എത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാവൂ. ഒരുപാട് തവണ ഞാൻ ആ പുസ്തകം നോക്കിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ എന്റെ ഒരു കൈത്താങ്ങായി നിന്നത് ഈ പുസ്തകമാണ്. എന്റെ അനുഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. ലേണിംഗ് ഫ്രം സെറ്റ് ബാക്സ്, അതായത് അതിൽ നിന്ന് തിരിച്ചു വരാൻ പറ്റുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം അതിൽ പറയുന്നത് പേഴ്സണൽ ഡെവലപ്മെന്റ്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പെർസോണ എന്നൊരു വാക്കിൽ നിന്നാണ്, ലാറ്റിൻ വേർഡാണ്. മറച്ചു വയ്ക്കുക എന്നുള്ളതൊക്കെയാണ് അതിനർത്ഥം, ഒരു മുഖംമൂടി. അപ്പൊ നമ്മുടെ യഥാർത്ഥ മുഖംമൂടി അല്ലെങ്കിൽ യഥാർത്ഥ അവസ്ഥയിൽ നമ്മൾ വരണം. അതാണ് പേഴ്സണൽ ഡെവലപ്മെന്റ് ത്രൂ ക്രിറ്റിക്. നമുക്ക് നമ്മുടെ വിമർശിക്കാം, നമുക്ക് അത് ചെയ്തത് ശരിയല്ലെന്ന് പറയാം. അപ്പൊ സ്വയം വിമർശനത്തിലൂടെ അല്ലെങ്കിൽ സെൽഫ് ക്രിറ്റിക് ആണ് നമുക്ക് ആവശ്യം.
ഈ പ്രഭാഷണം കഴിഞ്ഞ ഉടനെ ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കും അവിടെ എന്തൊക്കെയാണ് എനിക്ക് വന്ന കുഴപ്പങ്ങൾ. ഇന്നലത്തെ ട്രെയിനിങ് ഞാൻ അങ്ങനെ വിലയിരുത്തും. എന്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും ഞാൻ വിലയിരുത്തുകയും അതിന് ഒരു ഉത്തരം കാണാൻ ശ്രമിക്കുകയും ചെയ്യും. ഇത് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഡേവിഡ് ഷ്വാർട്സ് പറയുന്നതാണ്, ഞാൻ പറഞ്ഞതല്ല. മൂന്നാമത്തത്, ഈ പരാജയം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. പ്രിയപ്പെട്ടവരെ, പരാജയം എന്ന് പറയുന്നത്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ ഇന്ന് ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ 8 മണി സമയത്ത് ഞാൻ കുറുമാത്തൂർ എന്ന് പറയുന്ന കണ്ണൂർ തളിപ്പറമ്പിന്റെ വളരെ അകലെയുള്ള ഒരു സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ. അവിടുത്തെ സ്കൂൾ ഒരു ഫംഗ്ഷന് വേണ്ടി കുറച്ച് ആൾക്കാരെ കണ്ട് കുറച്ച് കളക്ഷന് വേണ്ടി ഞങ്ങൾ 4-5 പേര് നടക്കുകയാണ്. അവിടെ കാറുണ്ട്, അവിടെ നിർത്തി കുറച്ച് പോകും, ഓരോ വീട്ടിൽ പോകും. സമയം 8 മണിയാവുന്നു. എനിക്ക് 9:15 സെഷൻ ആരംഭിക്കണം. അവിടുന്ന് എനിക്ക് 45 മിനിറ്റോളം യാത്ര ചെയ്താൽ മാത്രമേ പയ്യന്നൂർ എത്താൻ പറ്റൂ. അതിനുശേഷം എനിക്ക് ഒരുപാട് കുളിക്കണം, ഇതൊക്കെ ചെയ്യണം. സ്വാഭാവികമായി ഒരാൾ അസ്വസ്ഥനാവും. ഈ പുസ്തകം എന്നെ വരുത്തി എന്താണെന്നറിയോ, എന്റെ സുഹൃത്തിന്റെ കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അത് ഒരു വളരെ എന്റെ ടൗൺ വരെ ഇല്ല, കുറച്ച് അകലെ വരെ, കുറച്ച് മാത്രമേ അദ്ദേഹം ഉണ്ടാവും. എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ 9:15 സെഷൻ തുടങ്ങും. സാഹചര്യങ്ങളൊക്കെ എനിക്ക് എതിരാണ്. ഇതൊക്കെ ആണെങ്കിലും കറക്റ്റ് ഞാൻ ഒരു സ്ഥലത്ത് കാർ ഇറങ്ങുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് എനിക്കൊരു ബസ് കിട്ടുന്നു. അവിടുന്ന് ഒരു ഓട്ടോ പിടിക്കുന്നു, ഞാൻ വീട്ടിലെത്തുന്നു, എന്റെ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നു. 9:10 ഞാൻ സെഷനിൽ കയറും. ഇവിടെ ഒരു മൈൻഡ് സെറ്റാണ് വിജയിച്ചത്. നേരെ മറിച്ച് ഞാൻ വളരെ അസ്വസ്ഥനായിട്ട് അയ്യോ എനിക്ക് ആ സെഷൻ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ പ്രശ്നമാവോ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തഥാസ്തു, എനിക്ക് ബസ് കിട്ടില്ല, ഓട്ടോ കിട്ടില്ല, ഞാൻ ഇവിടെ എത്തില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഫിലോസഫി ഓഫ് ലൈഫ്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞ ഈ പോയിന്റ്, അതായത് ഈ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഒന്ന് മാറ്റുക. അതായത് ഒരു പരാജയ ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്താ, ഇവിടെ ഞാൻ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ അത് ആത്യന്തികമായ ഒരു പരാജയമല്ല. ഒരുപാട് ഉദാഹരണം പറയാം, പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങൾ മറ്റു ഉദാഹരണത്തിൽ പോകാനേ പറയുന്നില്ല. നിങ്ങളുടെ ജീവിതം എടുത്ത് നോക്കൂ. അവിടെ നിങ്ങൾ ഒരു പഴയ സംഭവിച്ച ഒരു പരാജയത്തെ ഇപ്പൊ ഒന്നും ഓർക്കുക പോലുമില്ല. നിങ്ങൾ ഓരോ പരാജയത്തിലും നിരാശ പൂണ്ട് നിങ്ങൾ നിൽക്കുമ്പോൾ, ഞാൻ ഇന്നലെ അവിടെ ട്രെയിനിങ് പറഞ്ഞ പോലെ കോർട്ടിസോൾ വെറുതെ ശരീരത്തിൽ കൂടുകയാണ്. നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യൂ. ടൈറ്റാനിക് എന്ന സിനിമ കണ്ടിട്ടുണ്ടാവല്ലോ, കപ്പൽ മുങ്ങുകയാണ്. അതിൽ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യുന്നു. ഒരാൾ വെറുതെ ആസ്വദിച്ച് വയലിൻ വായിക്കുന്നു, മറ്റൊരാൾ മറ്റുള്ളവരുടെ പണം മോഷ്ടിക്കുന്നു. എന്തിനാണ് അവരെയൊക്കെ അറിയുന്നു. ചിലർ അവിടെ ഓടിക്കൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ വയലിൻ വായിക്കുന്ന, ആ ആസ്വദിച്ച് മരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. ഇതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അതാണ് പറയുന്നത്, നമ്മുടെ മാനസികാവസ്ഥ മാറ്റിയാൽ പരാജയത്ത് പുറത്തു കൊടുക്കാൻ പറ്റും. അതിലെങ്ങനെയാണ് ഒരു സ്റ്റെപ്പാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്നാമത്തത് അനലൈസ് ഫെയിലിയേഴ്സ്. ഇപ്പൊ ഞാനൊരു പേഴ്സണൽ മെന്ററിങ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം എനിക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല, ആ അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലീസ് അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ വരാന്ന് വെച്ചാൽ പോസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ അതിനൊന്ന് അനലൈസ് ചെയ്യുക. ഫെയിലിയറിനെ ഒരു പേപ്പർ എടുക്കുക, അതിൽ എഴുതാൻ തുടങ്ങും എന്റെ പരാജയങ്ങൾ. എഴുതി തുടങ്ങുമ്പോൾ അതിന് ആദ്യം പരാജയം ഇല്ലാതാവും. ഞാൻ നിങ്ങളുടെ ഈ പ്രേക്ഷകരോടൊക്കെ പറയുന്ന ഒരു ചലഞ്ചാണ്, നിങ്ങളുടെ ജീവിതത്തിലെ സെറ്റ് ബാക്സ് നിങ്ങൾ എഴുതുന്നില്ല. നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞേക്കാം, പക്ഷെ വർക്ക് ചെയ്യില്ല. നിങ്ങളത് പേപ്പറിൽ എഴുതണം. ഞാൻ അങ്ങനെ എഴുതിയ ആളാണ്. എൻ്റെ അടുത്ത് മെന്ററിങ് വരുന്ന മുഴുവൻ ആൾക്കാരെ ഞാൻ എഴുതിക്കാറുണ്ട്. 10 ആൾക്കാർ ഇതിലുണ്ടാവും. അപ്പൊ അവരെഴുതുമ്പോഴാണ് അവർക്ക് ആ സെറ്റ് ബാക്സ് എന്താണെന്ന് ഒന്ന് ഇൻസൈറ്റ് ചെയ്യാം. രണ്ടാമതൊന്നിനാണ് നമ്മൾ പറഞ്ഞു നോക്കണേ, എനിക്ക് ഭാഗ്യമില്ല എന്നിട്ട് കുറ്റപ്പെടുത്തും, ഞാൻ മാത്രം നിർഭാഗ്യവാൻ അല്ലെങ്കിൽ നിർഭാഗ്യവതി. തെറ്റാണ്. ഭാഗ്യം എന്നൊരു സംഭവമില്ല. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഡെസ്റ്റിനി മാറ്റാൻ നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. യൂണിവേഴ്സിറ്റിയുടെ ഡിസിഷൻ വ്യത്യാസം ഉണ്ടാവും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് പോസിബിൾ.
പിന്നെ നമ്മുടെ ഒരു പരീക്ഷണങ്ങൾ ചെയ്യണം, എക്സ്പെരിമെന്റേഷൻ. ആ പുസ്തകത്തിൽ വിശദമായിട്ട് ഓരോന്നും പറയുന്നുണ്ട്. അതായത് പിന്നീട് ആ ലക്ഷ്യത്തിൽ, ആ വിജയത്തിന്റെ പാതയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യണം. ഇനി ഇവിടെ മനോഹരമായ ഒരു കാര്യം പറയുന്നുണ്ട്, പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് അല്ലെങ്കിൽ പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടിന്റെ മാറ്റം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റ് ബാക്ക് ഉണ്ടെന്നിരിക്കട്ടെ, ഫാമിലിയിലാവാം, ഫിനാൻഷ്യലാവാം, വട്ടെവർ ഇറ്റ് ഈസ്. ആ സെറ്റ് ബാക്ക് എന്നത് നിങ്ങളൊരു ലക്ഷ്യത്തിലേക്ക് വാങ്ങുന്നു. ഒരാളിപ്പോ സാമ്പത്തികമാണെങ്കിൽ ഇത്ര പൈസ ഉണ്ടാക്കണം തീരുമാനം, മേ ബി ഹീസ് വിഷ്വലൈസിങ് ഹിസ് സക്സസ്. പിന്നെ അവിടത്തേക്ക് നിങ്ങളുടെ പെർസെപ്ഷൻ, പലർക്കും പറ്റുന്ന പരാജയം തന്നല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കൂടെ നടക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്റെ കൂടെ എപ്പോഴും നടക്കൂ. കാരണം നിങ്ങൾ എന്റെ ട്രെയിനിങ്ങിലെല്ലാം അറ്റൻഡ് ചെയ്യൂ. മിക്കവാറും എല്ലാം സൂമിലാണ് ഞാൻ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വളരെ സെലക്റ്റീവ് ആയ ആൾക്കാർക്ക് മാത്രമേ ചില സ്പെഷ്യൽ സൂംസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതെല്ലാവർക്കും തരാൻ പോകുന്നു. അതുകൊണ്ട് ഈ പ്രേക്ഷകരോട് ഇന്ന് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ നവംബർ 1 മുതൽ വീണ്ടും എന്റെ ഒരു സെഷൻ വരാൻ പോവാണ്. അത് 8 മണിക്കാണ്. 8 മണി 9 മണി വരെ. ഇവിടെ അതൊരു പുസ്തകത്തിന്റെ സീരീസ് അല്ല ചെയ്യുന്നത്. ഞാൻ 50ഓളം ആൾക്കാർക്ക് ഇപ്പൊ രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷന്റെ, അതൊരു വളരെ ഡീപ്പർ സെഷനാണ്. അതിന്റെ മറ്റൊരു വേർഷൻ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെടുന്നു. അതിന്റെ ഡയറക്റ്റ് ട്രെയിനിങ് കഴിഞ്ഞവർ മാത്രമേ അതിൽ ഉൾപ്പെടുത്തുള്ളൂ. പക്ഷെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യം, പല പ്രേക്ഷകരും പറഞ്ഞു ഒരു ദിവസത്തെ ക്ലാസ് മതിയാവുന്നില്ല. തീർച്ചയായും നമുക്ക് 2 ദിവസം ഇരിക്കാം. കാരണം നിങ്ങൾ യാത്രയിൽ കാണാം ഒരു പ്രശ്നങ്ങളില്ല. 8 മണിക്ക് വീണ്ടും വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് എങ്ങനെയാണ് ഒരു ലിങ്ക് കിട്ടിയെന്ന് അറിയില്ല. അവരൊക്കെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അയൽ ഗീവ് ഏതെങ്കിലും അതോറിറ്റീസ് അല്ലെങ്കിൽ മിനിഷ് ആരെങ്കിലും നമ്പർ കൊടുക്കുക. വിൽ കണക്ട്. നവംബർ 1 ആരംഭിക്കാൻ പോകുന്നു. പുതിയൊരു പുറവി നമ്മൾ തുടങ്ങാൻ പോവാം. അതായത് ഒരൊറ്റ ഞാൻ വളരെ വളരെ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ എപ്പോഴെങ്കിലും ക്ലാസ്സിന് വന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം കിട്ടാൻ പോകുന്നില്ല. ഇതൊരു വെറുതെ പോകേണ്ട സംഭവമല്ല. നമുക്ക് ഒരു യാത്രയാണ്. നമ്മൾ ഇപ്പൊ ഞങ്ങളുടെ ട്രസ്റ്റ് പോലുള്ള യാനം എന്ന് പറയാം. ആ യാത്രയിലേക്ക് നമ്മളിങ്ങനെ പോയിക്കൊണ്ടൊരു പാത്രം പോലെ നമ്മളിങ്ങനെ അവിടെ നിറച്ചോണ്ടിരിക്കും. എന്തിനങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഈ പെർസെപ്ഷൻ ഡിഫറൻസ് അല്ലെങ്കിൽ പെർസെപ്റ്റീവ് ഷിഫ്റ്റ് എന്നാണ് ഇതിന് പറയാം. പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാല് കാഴ്ചപ്പാടിന്റെ മാറ്റം. അതായത് നിങ്ങളിപ്പോ ഇന്നിപ്പോ വളരെ എക്സൈറ്റഡ് ആയി, വളരെ നിരാശയുള്ള എക്സൈറ്റഡ് ആയി, പുസ്തകം വായിച്ചു, ഇമ്മീഡിയറ്റ് 24 hours ആ എക്സൈറ്റ്മെന്റ് പോകും. കാരണം നിങ്ങളുടെ പെർസെപ്ഷൻ ഷിഫ്റ്റ് നടന്നിട്ടില്ല. എന്റേത് പോവില്ല. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ഈ മേഖലയിൽ നിന്നുകൊണ്ട് ഇത് മാത്രം സംസാരിക്കുകയാണ്. അപ്പൊ എന്റെ ആ ലെവൽ അത്ര ഹൈ ആയിരിക്കും. ഇപ്പൊ ഞാനെന്ന വ്യക്തിയല്ല നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളിലേക്കാണ്. അപ്പൊ നിങ്ങളൊരു ഉറച്ച തീരുമാനമെടുത്ത് അതിന്റെ ഒരു ഷിഫ്റ്റ് വേണം, അല്ലെങ്കിൽ മെന്റൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഡേവിഡ് ഷ്വാർട്സ് പറയുന്നതിന് മെന്റൽ ഷിഫ്റ്റ് വരുത്തണം, അല്ലെങ്കിൽ മെന്റൽ റീഫ്രഷിങ്, അല്ലെങ്കിൽ മെന്റൽ റിഫ്രെയിമിങ്. പല ട്രെയിനേഴ്സും പല വാക്കുകളാണ് അതിൽ ഉപയോഗിക്കുന്നത്. മെന്റൽ റിഫ്രഷിങ്, റിഫ്രഷ് എന്ന് പറയില്ല, നമ്മളൊന്ന് ഫ്രഷ് ആവുക. സ്വാഭാവികമായിട്ട് ഈ റിഫ്രഷ് എന്ന് പറയുന്ന ഈ അവസ്ഥ, ഈ മെന്റൽ റിഫ്രഷ്നെസ് എന്ന് പറയുന്ന ഈ അവസ്ഥ ആണ് ഈ പ്രോഗ്രാമുകളിൽ ലഭിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്ന 2 days വർക്ക്ഷോപ്സിലൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളുടെ മെന്റൽ റിഫ്രഷ്നെസ് കുറച്ചും കൂടെ ടൈറ്റ് ആവും. കാരണം വളരെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഇത് വേൾഡിൽ മുഴുവൻ ഇത്തരം ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ വളരെ കോസ്റ്റ്ലി ട്രെയിനേഴ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് താങ്ങാൻ പോലും പറ്റാത്ത വിധത്തിൽ സാമ്പത്തികമാണ് അതിനാവശ്യം. ഇത് ഞാൻ അതിനൊന്നും ലക്ഷ്യപ്പെട്ട് ചെയ്യുന്നതല്ല. ഐ വോണ്ട് ടു ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോം പീപ്പിൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രഭാഷണ പരമ്പരയും അല്ലെങ്കിൽ ട്രെയിനിങ് പരമ്പരയും ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മെന്റൽ റിഫ്രഷിങ് എന്ന് പറയുന്നത് പുസ്തക വായനയിലൂടെ മാത്രം നടക്കില്ല. അത് ഒരു കൂടിച്ചേരലിലൂടെ നടക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ ഒന്നിക്കൂ. ഇപ്പൊ നിങ്ങൾ പല നാട്ടിലെ ആൾക്കാർ ഇന്ത്യക്ക് പുറത്തുണ്ടാവും. ഏതായാലും പല സ്ഥലങ്ങളിലേക്കുള്ള ഞാൻ യാത്ര വരുമ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ കിട്ടിയാൽ അവിടെ വരിക, കാണുക, സംസാരിക്കുക. ദാറ്റ്സ് ഓൾ. ഇത്രയും ഉദ്ദേശിക്കുന്നു. ഇത് ഈ ബുക്കിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് മെന്റൽ റിഫ്രഷിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ എന്തൊക്കെയാ വേണ്ടതെന്ന് ചുരുക്കത്തിൽ പറയാം.
സ്റ്റഡി സെറ്റ്ബാക്സ് ഫോർ ഫ്യൂച്ചർ സക്സസ്. അതായത് പരാജയത്തെ ഒന്ന് അനലൈസ് ചെയ്ത് അത് നമ്മുടെ വിജയത്തിലേക്കാക്കി മാറ്റുക. എന്നാൽ എ കൺസ്ട്രക്റ്റീവ് ക്രിട്ടിക് ആവുക, അതായത് സ്വയം വിമർശനം വേണം. പലരും തയ്യാറല്ല. ആരെങ്കിലും ഇപ്പോ ഞാൻ പറയാണ് മിനീഷ് നീ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഉടനെ മിനീഷ് എന്നോട് ദേഷ്യം വരും. സാധാരണ ആണെങ്കിലും കേട്ടോ, അങ്ങനെയല്ല. സ്വയം തന്നെ പറയും ഞാൻ ചെയ്ത തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയല്ല. ഞാൻ എത്രയോ ഡെയിലി എന്റെ ഓരോ മൂവ്മെന്റും ഞാൻ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലൂടെയാണ് പോകുന്നത്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സൃഷ്ടി, വിമർശനത്തിന്റെ സൃഷ്ടി. അതിന്റെ റിസർച്ച് ചെയ്യുക. സെറ്റ്ബാക്സ് റിസർച്ച് റീസെർച്ച്. സെറ്റ്ബാക്സ് ഇൻസ്റ്റെഡ് ഓഫ് ബ്ലെയിമിംഗ്. നമ്മളിങ്ങനെ നിരാശ പറയുന്നതിന് പേർ എന്താണ് കാരണം, എന്നിട്ട് രണ്ട് വാക്കുകൾ യോജിപ്പിക്കണം. ഒന്ന് പെർസിസ്റ്റൻസ് വിത്ത് എക്സ്പെരിമെന്റേഷൻ, ക്ഷമയും അല്ലെങ്കിൽ സുസ്ഥിരതയും അതിലൊരു പരീക്ഷണവും. ഓരോ ദിവസവും നമ്മൾ ലിറ്റിൽ ബിറ്റ് ചേഞ്ച്. 2 minutes റൂൾ എന്നെല്ലാം പറയുന്ന ചില ട്രെയിനിങ് സീരീസ് 2 minute കൊണ്ട് മാറ്റണം. 5 seconds റൂൾ. മെൽ റോബിൻസ് എന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവ് ട്രെയിനർ പറയുന്ന, മോട്ടിവേഷൻ ട്രെയിനർ പറയുന്നവരോട് 5 seconds ഡു ദ 5 seconds. വെറുതെ ഇരിക്കുക, അന്ന് തുടങ്ങുക എക്സ്പെരിമെന്റേഷൻ. ഓൾവേസ് ലുക്ക് ഫോർ ദ പോസിറ്റീവ് സൈഡ് ഇൻ എവരി സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷനിലും ഒരു പോസിറ്റീവ് സൈഡ് കാണുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. കാരണം ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് സാർ ഇത് സാധിക്കുക എന്ന് ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, എന്റെ അടുത്ത് മെന്ററിങ്ങിന് വരുന്നവർക്ക് ഞാൻ അത് കാണിച്ചു കൊടുക്കാറുണ്ട്. ജസ്റ്റ് ചേഞ്ച് ദ ആറ്റിറ്റ്യൂഡ്. ഞാൻ ഇവിടെ എത്തി 9:15 സെഷൻ ചെയ്യും എന്ന എന്റെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ദ സർക്കംസ്റ്റാൻസസ് ആൻഡ് ദ യൂണിവേഴ്സ് കൺസ്പയർസ്. കൊച്ചിയിൽ നിന്ന് വരുമ്പോൾ 7 മിനിറ്റിന്റെ 7 മിനിറ്റും ഇല്ല, 4 മിനിറ്റിന്റെ ഇടവേളയിൽ ട്രെയിൻ ലഭിക്കുന്നു. ഗ്രേറ്റ്. നിങ്ങൾ ഇതേപോലെ നിങ്ങൾ എടുക്കും, നിങ്ങളുടെ ജീവിതത്തിൽ എക്സാമ്പിൾ എടുക്കും. ഞാൻ ഇതിന് എന്റെ പറയുന്നത് വെച്ചാൽ എക്സാമ്പിൾ കൂടെ വരുമ്പോൾ ഇത് കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സംഭവം എടുക്കുക, എന്നിട്ട് ഒരു പോസിറ്റീവ് സൈഡ് കാണുക. അതൊരു പ്രോ ആക്റ്റീവ് എൻഗേജ്മെന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്കാണ് പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വരുന്നതിന് മുമ്പുള്ള. നമ്മളൊക്കെ അസുഖം വന്ന ഡോക്ടറെ അടുത്ത് പോകുന്നവരാണ്. വരാതിരിക്കാൻ പ്രോ ആക്റ്റീവ്. പ്രോബയോട്ടിക്. ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് സുഖം വന്നിട്ട് കുത്തിവെക്കുന്നത് അല്ലെങ്കിൽ ഗുളികളാണ്. പ്രോബയോട്ടിക് ബിഫോർ ദാറ്റ് വരാതിരിക്കും. ഐ ആം സോ എക്സൈറ്റഡ്. 200 മേലെ ആൾക്കാർ ഇരുന്ന് പഠിക്കുന്നു. അപ്പൊ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ഒരു മാറി വന്ന കാഴ്ചപ്പാടിലൂടെ കാണുന്ന നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു മെന്റർക്കോ നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കാൻ പറ്റും. ചാലഞ്ച്. ഇന്നത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ ആകട്ടെ, ആ സിറ്റുവേഷനെ കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത ഫ്യൂച്ചർ ചെയ്യാൻ സാധിക്കും. ഞാൻ ചെയ്യുന്നു, ഞാൻ പലർക്കും ചെയ്തു കൊടുക്കുന്നു. ഇത് നമ്മളിൽ ഓരോരുത്തരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ, പൗപ്പത്താളം മാറ്റം വരുത്തിയാൽ we will change the world. ലോകത്തിന് ഒട്ടേറെ മോട്ടിവേഷൻ സ്പീക്കേഴ്സ്, സന്യാസിമാര് അല്ലെങ്കിൽ മോങ്സ് അല്ലെങ്കിൽ പ്രൊഫസേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സ്പീക്കേഴ്സ്. Recording in progress. They are not doing it. ഇതാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ഈ അധ്യായം ഇവിടെ ഏതാണ്ട് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. The essence of overcoming difficulties through proactive engagement with challenges fosters resilience and growth. അതായത് ഈ പറയുന്ന മുന്നൊരുക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ചലഞ്ച് ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം. This is great. ഒരു പുസ്തകം പറയുന്ന ഈ സന്ദേശമാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്തവരൊക്കെ വിജയിച്ചു. അവിടെയാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട തിങ്കിങ് പുറത്തേക്ക് വരുന്നത്. അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഞാൻ അധ്യാപകനാണ്, ഒരു ഹെഡ് മാഷാണ്, ഒരുപാട് അധ്യാപക ട്രെയിനറും കൂടിയാണ്. ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് കുട്ടികളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. കുറെ A+കാരെ സൃഷ്ടിക്കുന്നു, യെസ് റൈറ്റ്, ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ് ഇല്ല.
സാധാരണക്കാരായ പലർക്കും ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്. ധീരുഭായ് അംബാനിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ആ ലെവലിൽ എത്തിയത്. ഡോക്ടർ APJക്ക് ഉണ്ടായിരുന്നു, ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു, നെഹ്റുവിന് ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ലീഡേഴ്സിനുണ്ട്, സ്പിരിച്വൽ ലീഡേഴ്സിനുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ കുറയുമ്പോഴാണ് ജീവിതത്തിൽ പരാജയം ഉണ്ടാകുന്നത്. എന്താ ക്രിട്ടിക്കൽ തിങ്കിങ്? ഈ പറഞ്ഞ രീതിയിലുള്ള ചിന്തിങ്, അതാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അതായത് തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറ്റൊരു കണ്ണിലൂടെ കണ്ട് താൻ വിജയിക്കുമെന്ന് ഉറപ്പിക്കുന്ന സമയത്ത്, ഈ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു പ്രതീക്ഷയിലാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഇല്ല സിനിമ കാണാൻ പോയാൽ പോരെ, ഇല്ല ബിഗ് ബോസ് കണ്ടാ പോരെ. വളരെ വൈകാതെ ഇത് 500-1000 ആൾക്കാർ വരുന്ന പ്ലാറ്റ്ഫോമായി മാറും. കാരണം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആൾക്കാരുടെ എണ്ണം ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നു. ഫ്രസ്ട്രേഷൻ, നിരാശയുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഒരു മലയാളിയോട് ചോദിച്ചോ എങ്ങനെയുണ്ട്? അയ്യോ ബുദ്ധിമുട്ടാണ്, സ്വർണത്തിന് വില കൂടി, അല്ലെങ്കിൽ ജോലിയില്ല, പ്രശ്നങ്ങളാണെന്ന് പറയുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. അത് ഇതിൽ എന്റെ അവസരമാണെന്ന് ചിന്തിക്കുന്ന ആരാളുള്ളത്? അറ്റ്ലസ് രാമചന്ദ്രനെ പോലെ ചിന്തിക്കുന്നവർ ഇല്ലല്ലോ. ഇനി അടുത്ത 2 ചാപ്റ്ററുടെ അവസാനിക്കുന്നതിൽ 12ാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവാണ്. എന്താണെന്നറിയോ? നല്ലൊരു പേരാണ്. യൂസ് യുവർ ഗോൾസ് ടു ഹെൽപ്പ് യു ഗ്രോ. യൂസ് യുവർ ഗോൾസ് ടു ഹെൽപ്പ് യു ഗ്രോ. നിങ്ങൾ വളരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സാധനം വേണം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ഇരിക്കുന്നതിൽ എന്തായാലും 80% ഗോൾ സെറ്റിംഗ് സെമിനാർസിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിലോ പങ്കെടുത്തിട്ടുണ്ടാവും. എന്നിട്ട് എഴുതി വെക്കും, ഞാൻ അത് നേടും ഇത് നേടും. ഒന്നും നേടാറില്ല. നിങ്ങൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്, പ്രതീക്ഷയുള്ളവരോട് മാത്രമേ സംസാരിക്കാവൂ. നിങ്ങൾ ഏത് അവസ്ഥയിലാവട്ടെ വിഷയമല്ല. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യും, ഒരാവശ്യമില്ല എന്ന് പറഞ്ഞവർ എന്തിനു ക്ലാസ്സിൽ വരുന്നു? വല്ല ആവശ്യം ദർശനം. ഇതെത്രയോ വീട്ടമ്മമാർ ഇരിക്കുന്നുണ്ട്, പ്രൊഫഷണൽസ് ഇരിക്കുന്നുണ്ട്, ബിസിനസ് ആൾക്കാർ ഇരിക്കുന്നു, ടീച്ചേഴ്സ്. എനിക്ക് സംഘടനയിൽ കുട്ടികൾ ഇരിക്കുന്നില്ല, അതല്ല പുതിയ തലമുറ ഇരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം. ഇത്രയും സ്കില്ലുള്ള പുതിയ തലമുറ ലക്ഷ്യബോധമില്ലാതെ, ഞാനൊരു ഒരു സങ്കടകരമായ കാര്യവും നല്ല കാര്യവും കൂടെ പറയുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഒരു സ്കൂളിൽ ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്. 5ാം ക്ലാസ്സിലെ മക്കളാണ്. അതിലൊരു മോള് പറയണം, എനിക്ക് മില്യണയർ ആവണം, എനിക്ക് സ്വന്തം കമ്പനിയുടെ CEO ആവണം. എനിക്കിത് രോമാഞ്ചം അന്ന് പോലെ അത്ര എക്സൈറ്റഡ് ആയി. അന്ന് തന്നെ ഞാൻ രക്ഷിതാക്കൾക്ക് ഒരു ക്ലാസ് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഞാനും കൂടെ നടന്നൊരു പ്രൊജക്റ്റാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് നിങ്ങളുടെ മക്കളെ, എല്ലാം പറഞ്ഞ ആൾക്കാരെ ഞാൻ പറഞ്ഞിരുന്നുട്ടോ, നമുക്ക് നിങ്ങളുടെ മക്കളെ ഇങ്ങനെ ആക്കണ്ടേ, നമുക്ക് ഒന്നിക്കണ്ടേ. എന്താ സംഭവിച്ചത്? ഒരൊറ്റ രക്ഷിതാവ് പോലും തിരിച്ചു വിളിച്ചില്ല. ഒരു രക്ഷിതാവ് തിരിച്ചു വിളിക്കണ്ട. എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ പറഞ്ഞ കുട്ടിയെ ആ അമ്മയ്ക്ക് അച്ഛന് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, അവർക്ക് ജോലിയില്ലല്ലോ. ആ കുട്ടിയുടെ വലിയ സ്വപ്നങ്ങളെ അവർ ഇല്ലാതാക്കും. ഒരു വലിയ ബില്യണയർ ലോകത്തില്ലാതാവും. ലോകത്ത് വിജയിച്ച മുഴുവൻ ആൾക്കാരെ ഗുണം തറിയാം, അവിടെ അച്ഛനമ്മക്ക് വിവരമില്ലാതിരുന്നു. അവരുടെ അച്ഛനമ്മമാർക്ക് അമിതമായ വിവരമില്ലാത്തതുകൊണ്ട് അവര് ഉപദേശങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. റൈറ്റ്? സോ ഇവിടെ പറയുന്ന ഈ ഗോളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. എന്താണ് ഗോൾസ്? എല്ലാ തരങ്ങളും, ലോങ് ടേം ഗോൾ ഉണ്ട്, ഷോർട്ട് ടേം ഗോൾ ഉണ്ട്, മിഡ് ടേം ഗോൾ ഉണ്ട്, ഡെയിലി ഗോൾ ഉണ്ട്, മിനിറ്റ് ഗോൾ ഉണ്ട്. അതിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, അതൊരു പ്രോഗ്രസ് ആണ്. അതിനാദ്യം വേണ്ടത് ആ ഗോൾ എന്താണെന്ന് തീരുമാനിച്ചു, പിന്നെ അതിനെ കുറിച്ച് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. അതാണ് ഡാഷ് വാട്സ്. മിക്കവാറും എല്ലാം എന്റെ 5-8 പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. തിങ്ക് ആൻഡ് ഡോ റിച്ച്, പിന്നെ 10x റൂൾ, എല്ലാം പറയാൻ പോകുന്നു. അതിലൊക്കെ പറയുന്നത് ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഗോൾ സെറ്റിംഗ് സെമിനാർസ്. എന്റെ പല ഗോളും നടന്നിരുന്നത് ഇപ്പൊ പല ഗോളും നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം എന്റെ സിറ്റുവേഷൻ മാറി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ 5 വർഷം കൊണ്ട് 10 ലക്ഷം ആൾക്കാരിലേക്ക് ഈ പോസിറ്റിവിറ്റി എത്തിക്കാറ്. അതെങ്ങനെ പറ്റും? അതിന് 100 ആൾ ആദ്യം ഉണ്ടാവണം. അവര് 10 പേരോട് പറയണം, അപ്പൊ 1000 ആവും. ആ 1000-നെ 10,000 ആക്കാൻ എളുപ്പമാണ്.
പിന്നെ 1 ലക്ഷം വളരെ പെട്ടെന്നാവും, പിന്നെ 10 ലക്ഷം, പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഐ വാണ്ട് 5 years. എനിക്ക് ഇപ്പൊ എന്നെ ഗോൾ സെറ്റ് ചെയ്യാൻ റീഷെഡ്യൂൾ ചെയ്ത് 3 years മതി. കാര്യം 100 ആളെ ഇറങ്ങി ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അതിന് ഏറ്റവും ക്ലോസ് ഇല്ല 100 ആളൊക്കെ ആയിരിക്കും. ആരൊക്കെ അയച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇതിലേക്ക് വന്നത്. അപ്പൊ എന്റെ ഒരു ഗോൾ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പൊ സമൂഹത്തോട് പറയുന്നത്. അതിന്റെ ഫാസ്റ്റ് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങളുടെ ഗോൾ എന്താ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഗോൾ സെറ്റ് ചെയ്തിരിക്കണം. അത് ആരോട് പറയുന്നു വേണമെങ്കിൽ എഴുതി വെച്ചാൽ നല്ലത്, ഇല്ലെങ്കിൽ ഓർമ്മിച്ചാൽ നല്ലത്. എഴുതി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനെന്താ ഒരു ക്ലാരിറ്റി വേണം, ക്ലിയർ ഡയറക്ഷൻ വേണം. ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നതിന് മുമ്പേ ഇങ്ങോട്ട് പോകണം. തിരുവനന്തപുരം പോകണമെങ്കിൽ ട്രെയിനിൽ കയറിയാൽ തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുക്കണം. അത് വേറെ സ്ഥലത്ത് എടുത്തിട്ട് കാര്യമില്ല. അത്രയും ക്ലിയർ ആണ് ഗോൾസ്. പിന്നെ മിക്കവാറും എല്ലാ കമ്പനികളും അവരുടെ ഗോൾ സ്റ്റേറ്റ്മെന്റ് എഴുതാറുണ്ട്, വിഷൻ സ്റ്റേറ്റ്മെന്റ് എഴുതാറുണ്ട്. അപ്പൊ ഏറ്റവും ആവശ്യം ഷോർട്ട് ടേം ഗോൾ അല്ല. അതാണ് പോയത്. നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക് എന്താ പറയാ, നമ്മൾ ഈ ഷോർട്ട് ടേം ഗോൾ എക്സ്പേർട്സ് ആണ്. എങ്ങനെയാണ് 10,000 രൂപ ഉണ്ടാകും, അല്ലെങ്കിൽ നാളത്തെ കാര്യം ഒന്ന് കടന്നു പോകണം, അവരെവിടെ എത്താറില്ല എന്നാണ് ഡേവിഡ് ഷിവാർട്സ് പറയുന്നത്. എന്റെ അനുഭവത്തിൽ അത് കറക്റ്റാ. നിങ്ങൾ വലിയൊരു ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യൂ. ഒരു ലോങ് ടേം ഗോള് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോ ആ ലോങ് ടേം ഗോളിലെ ഫോക്കസ് മാറി വെക്കുക. അപ്പൊ ഷോർട്ട് ടേം ഗോൾ ശരിയാവും. അതുകൊണ്ട് ഞാൻ മെന്ററിങ് വരുമ്പോൾ ഞാൻ ലോങ് ടേം ഗോളെ ചോദിക്കുക. എന്റെ ലോങ് ടേം ഗോൾ ആണ് 10 lakh 10 ലക്ഷം ആൾക്കാരുടെ ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ എന്റെ ഷോർട്ട് ടേം ഗോളൊക്കെ നടന്നിട്ടുണ്ടാവില്ലേ? ഒന്നുകൂടെ നിങ്ങൾ ചിന്തിക്കൂ. ലോങ് ടേം ഗോളുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോ ഷോർട്ട് ടേം ഗോളുകൾ അച്ചീവ് ചെയ്യപ്പെട്ടിരിക്കും. നമ്മുടെ കുഴപ്പം ഷോർട്ട് ടേം ഗോളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ലോങ് ടേം ഗോളിൽ എത്തൂല. അന്നത്തെ കാര്യം നോക്കി ജീവിച്ചു പോന്നു സാറേ എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല. സോ പിക്ചറൈസ് യുവർ ഫ്യൂച്ചർ. നിങ്ങളത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇനി നോക്കാം. ഇത് എഴുതി വെച്ചൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ അവരോടാണ് ഞാൻ പറഞ്ഞത്. പുസ്തകം പലതവണ വായിക്കുമ്പോൾ ഇത് കൂടെ നോക്കണം. പല കേസ് സ്റ്റഡീസ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ കരിയർ ഗോള്, മറ്റു ഓരോ ഗോൾസിനെ കുറിച്ച് അതിൽ പറയുന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അതിന്റെ പ്രോസസ് മാത്രമേ പറഞ്ഞു തരുന്നു. ആ പ്രോസസ്സിലാണ് പറയുന്നത് ലോങ് ടേം ഗോളിലേക്ക് നമ്മൾ ആദ്യം പോകണം. അത് എഴുതി വെച്ചതായിരിക്കണം. അത് സിനിമ പോലെ കാണുന്നതായിരിക്കണം. എന്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകം ഞാനിങ്ങനെ കാണിക്കുന്നുണ്ട്. എന്റെ പേര് സ്നേഹപൂർവം സൂര്യഗായത്രി എന്നാണ്. ഇതൊരു ഗോൾ ഒരാൾ നേടിയതിന്റെ ഒരു മലയാളിയുടെ അനുഭവ സാക്ഷ്യ പുസ്തകമാണ്. ഞാൻ അത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം, എന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമിലർ ആവാൻ പറ്റും. ഇദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ്, തലശ്ശേരി സ്വദേശിയും ഇപ്പോൾ അദ്ദേഹം ഓസ്ട്രേലിയയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ശ്യാം ശിവകുമാർ. ഞാൻ ഓൺലൈനിൽ പരിചയപ്പെട്ട ആളാണ്. ഇന്ന് എന്റെ അടുത്ത് എന്നെ ഫിസിക്കലി ഇപ്പൊ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം നിങ്ങൾ ചെറിയ ശ്രദ്ധിക്കണേ. അദ്ദേഹം ഒരിക്കൽ ഓസ്ട്രേലിയ മെൽബണിലാന്ന് തോന്നുന്നു, ഒരു വലിയ ഒരു മലയാളി സമാജത്തിൽ സംസാരിക്കാൻ ബെന്യാമിൻ വരുന്നു. ആ ബെന്യാമിൻ അവിടെ വരുന്ന അദ്ദേഹം പ്രസംഗിക്കുമ്പോ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു പരിചയമില്ലാത്ത ശ്യാം ശിവകുമാർ, അദ്ദേഹം കുറെ ആൽബം ഒക്കെ എഴുതിയിട്ടുണ്ട്, സംഗീതം ചെയ്തിട്ടുണ്ട്, സുജാത പാടിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ണാ നീ എവിടെ, വളരെ ഫേമസ് ആണ്. ഈ മനുഷ്യൻ വളരെ അകലെ ഇരുന്ന് അദ്ദേഹത്തിന് ഒരു തോന്നലുണ്ടാവുന്നു. ബെന്യാമിന്റെ ആണ് ജീവിതം സിനിമയാവുന്നു, ബ്ലസ്സി സംവിധാനം ചെയ്യുന്നു, അതിൽ പൃഥ്വിരാജ് നായകനാകും. ഇപ്പൊ ഈ സിനിമ വന്നിട്ടുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അന്നിത് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, ഒരു സംഭവം. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം നേരെ ബെന്യാമിനോട് പറഞ്ഞു എനിക്കൊരു തോന്നലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരിക്കലും സിനിമ ആവാൻ പറ്റില്ല, കാരണം ഇത് സാധാരണ ഒരു നോവൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ നമ്പർ കൈമാറുന്നു. പക്ഷെ ഒരു 2 മാസം എപ്പോഴും എന്നെ ശിവകുമാർ വിളിച്ചോണ്ടിരിക്കും. 2 മാസം കഴിയുമ്പോൾ എന്നോട് ശിവകുമാർ പറഞ്ഞു, സാർ ഒരു അത്ഭുതം ഉണ്ടായി. ബെന്യാമിൻ എന്നെ വിളിച്ച് പറഞ്ഞു അതിന്റെ ഡേറ്റ് ആയി, ബ്ലസ്സി ഡേറ്റ് കൊടുത്തു, ബ്ലസ്സിക്ക് പൃഥ്വിരാജ് ഡേറ്റ് കൊടുത്തു, ആ സിനിമ വരാൻ പോകും.
അങ്ങനെ ആടുജീവിതം വന്നല്ലോ, നമ്മൾ അറിഞ്ഞു. ഇതല്ല എന്റെ ലക്ഷ്യം. അന്ന് ബെന്യാമിൻ പറഞ്ഞു, ഈ മനുഷ്യരോട് പറഞ്ഞു, നിങ്ങളൊരു നോവൽ എഴുതണം, നിങ്ങൾക്കൊരു നോവൽ എഴുതാൻ പറ്റും. കാരണം ഇയാൾ ഇതുവരെ ഒരു വരി നോവൽ എഴുതിയിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, മാഷെ ഇങ്ങനെ വലിയ പ്രശ്നമില്ല, അതിന് നോവൽ എഴുതാൻ പറയുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യമാക്കി അങ്ങനെ ഇതേ ഒരു ഗോൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ആ ഗോൾ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി അദ്ദേഹം നോവൽ എഴുതുന്നു. ആ നോവലാണ് ഞാൻ ജസ്റ്റ് നിങ്ങൾ സൂര്യകായൻ. അത് ഓസ്ട്രേലിയയില് ആരോ ഒരാളാണ്, വലിയൊരു സാഹിത്യകാരനാണ് റിലീസ് ചെയ്തത്. തലശ്ശേരി ഞാനാണ് ചെയ്തത്. അപ്പൊ ആ പുസ്തകത്തിന്റെ എഴുതുമ്പോ ഞാൻ പറഞ്ഞു, ശിവകുമാർ, ഇതിന് നിങ്ങൾക്ക് രണ്ടാമതൊരു നോവൽ എഴുതേണ്ടി വരും. ഇപ്പൊ അതിന്റെ രണ്ടാമത്തെ നോവലിന്റെ പണിപ്പുര നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നോവൽ ഇപ്പൊ അടുത്ത സിനിമ ആകുമ്പോഴാണ്. ഞാൻ പറയുന്നത്, എങ്ങനെയാണ് ഗോൾ സ്റ്റേറ്റ്മെന്റ് റിയാലിറ്റി വരുന്നത്? അത് നിങ്ങളുടെ ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യുമ്പോ ആ ലോങ് ടേം ഗോളിൽ നിങ്ങളുടെ വിഷ്വലൈസേഷൻ കറക്റ്റ് ആകുമ്പോ അവിടെയാണ് യൂണിവേഴ്സ് കോൺസ്പയർ ചെയ്യുന്നത്. അവിടെയാണ് യൂണിവേഴ്സ് കോൺസ്പയർ ചെയ്യുന്നത്. മനസ്സിലായോന്ന് അറിയില്ല. 237 പേര് ഇപ്പൊ ഇത് കണ്ടുപിടിക്കും, ഞാനാണെങ്കിൽ 232 പേര്. ആ യൂണിവേഴ്സ് നമ്മൾ പഠിച്ചില്ല, പൗലോ കോയിലോയുടെ പുസ്തകം. If you are working for an extraordinary project, a dormant force will come and that force will lead you to success. വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അത് പ്രപഞ്ചം നേരിട്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഗോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഗോളായിരിക്കും. അപ്പൊ ഞാൻ 10 lakh ഞാൻ പറഞ്ഞല്ലോ, അത് 10 crore ഒക്കെ ആവാൻ വലിയ എളുപ്പമില്ല, വലിയ പെട്ടെന്ന് പണിയൊന്നും വേണം. അപ്പൊ ഇവിടെ സെഷൻ ചെയ്യൽ ആ ഗോളിന്റെ ഭാഗമാണ് എന്റെ. കാരണം ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കാൻ ഓൺലൈനിൽ ചെയ്യേണ്ടി വരും, ഓഫ്ലൈനിൽ ചെയ്യേണ്ടി വരും. അപ്പൊ ഇന്ന് ചെയ്യുന്ന ഈ ഓൺലൈൻ പ്രോഗ്രാം എനിക്ക് നടത്തിയേ പറ്റൂ എന്ന് ഞാൻ സന്ദേശം കൊടുത്തത് എവിടെയാണ്? ലോങ് ടേം ഗോളില. എന്താ സംഭവിച്ചത്? എന്റെ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുന്നത് ഞാൻ കറക്റ്റ് 9:15 ക്ലാസ്. ഞാൻ ഉദാഹരണം പറയാം. സെറ്റ് യുവർ ഗോൾസ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് ഈ വരുന്ന ലോങ് ടേം ഇല്ലേ നിങ്ങൾക്ക് ഇത് സംഭവിക്കും. Anybody can contact me, no issue. ചിലർ നമ്പറൊക്കെ ചോദിച്ചിട്ടുണ്ട്. I will give the number, don't worry. I will give the number in the chat box. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമ്മൾ ഇതിന്റെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ അതിന്റെ തുടക്കമേ എന്ന് പറയുമോ, കാരണം 10:15 വരെയാണ് സമയം, കാരണം കുറച്ച് ഡിസ്കഷൻ ഉണ്ട്. എങ്ങനെയാണ് ഹൗ ടു തിങ്ക് ലൈക്ക് എ ലീഡർ. 13ാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരികയാണ്. 12ാമത്തെ നമ്മളിപ്പോ ഈ സെറ്റ് ഗോൾസ് പറഞ്ഞു. ദിസ് ഇസ് ദ ലാസ്റ്റ് ചാപ്റ്റർ കമ്മിങ്. ഹൗ ടു തിങ്ക് ലൈക്ക് എ ലീഡർ. എനിക്കൊരു കാര്യം അറിയാം, ഇവിടെ 2 തരം ആൾക്കാർ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ചില ബിസിനസ്, പ്രത്യേകിച്ച് ചില സ്പെഷ്യൽ ബിസിനസ് ചെയ്യുന്നവർ വന്നിട്ടുണ്ട്, ചില സാങ്കേതികമായി പഠിച്ചവർ വന്നിട്ടുണ്ട്, റെഫറൻസ് വന്നിട്ടുണ്ട്, ഇവരുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല ആരാ, കുറച്ചാളെ മാത്രമേ എനിക്കറിയൂ. അങ്ങനെ വരുന്നവരില് 99% ആൾക്കാരും ലീഡർ ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ വലിയ ഫേമസ് ആവാനല്ല, ലീഡർ. ഒരു ലീഡർ കിട്ടിയ എന്താ കൂടുതൽ? ഹി ക്യാൻ ട്രാൻസ്ഫോം പീപ്പിൾ. ഞാൻ മിനീഷ് എന്ന ലീഡറെ കാണുന്നു, അതെ അഭിലാഷ് എന്ന ലീഡറെ കാണുന്നു, അല്ലെ മനോജ് സാറിനെ കാണുന്നു. ബേബി സോ മെനി പീപ്പിൾ ആർ ട്രാൻസ്ഫോം. ഇറ്റ് ഈസ് ഇൻ ദ ബിസിനസ്. അപ്പൊ ഞാൻ പറയുന്നത്, ഈ തിങ്കിങ് ഇവിടെ മാറേണ്ട എന്താ? 2 പേർ എക്സാം 2 പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. ഒരേ സാഹചര്യം. ഒരാൾ ലോങ് ടേം ഗോളിലേക്ക് പോകുന്നു. ഇപ്പൊ യമനിൽ വെച്ച് ധീരുഭായ് അംബാനി തന്റെ സഹപ്രവർത്തകനായ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്ന കക്ഷിയോട് പറഞ്ഞതാ, പെട്രോൾ ചോദിച്ചാൽ നമുക്കൊരു പമ്പൊക്കെ തുടങ്ങണ്ടേ? നോ, മിണ്ടരുത്, ഞാൻ റിഫൈനറിയാണ് തുടങ്ങാൻ പോകുന്ന പറഞ്ഞ ലോങ് ടേം ഗോൾ. ഈ ലോങ് ടേം ഗോളിലേക്ക് ചിന്തിക്കുന്ന ഒരാളും അന്നത്തെ കാര്യം നോക്കി പോകുന്ന ഒരാളും തമ്മിലെ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. ലോങ് ടേം ഗോളിലേക്ക് പോകുന്ന ആള് ആദ്യഘട്ടത്തിൽ സ്ട്രഗിൾ ഒക്കെ ചെയ്യും, പക്ഷെ അവളവിടെ ഷോർട്ട് ടേം ഗോളാണെന്ന് അടക്കിടും. അതാണ് ഈ 99% എംപ്ലോയീസിന് രക്ഷപ്പെടാം.
ഞാൻ അവരെ ഒത്തിരി ആക്ഷേപിക്കുന്നതല്ല കേട്ടോ. കാരണം അവരുടെ ഗോൾ ചെറുതാണ്. ഞാൻ ശമ്പളം വാങ്ങിക്കുന്നു, ഞാൻ ഇവിടെ ജീവിക്കുന്നു, എന്റെ കംഫർട്ട് സോൺ മതി. ആരാ കുറ്റം പറഞ്ഞില്ലേ? മതി. മറ്റുള്ള ചിന്തിക്കുന്നത് എനിക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടാക്കണം, ഒരുപാട് സമൂഹത്തിന് കൊടുക്കണം. എന്നാലും നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി 7,000 രൂപ ലഭിച്ചു അതിന്റെ ചാരിറ്റിക്ക്. അത് എത്രയോ ഫുഡായി മാറാൻ പോവാണ് ഞാൻ. അപ്പൊ നമ്മളുടെ ചിന്തകളെ വളർത്തുമ്പോ നമ്മൾ ലീഡർ ആവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. ലീഡർ ആയിട്ട് ചിന്തിക്കലല്ല, നിങ്ങൾ ചിന്തിക്കുമ്പോൾ ലീഡർ ആവും. ദാറ്റ്സ് ഇറ്റ്. അതാണ് തിങ്ക് ലൈക്ക് എ ലീഡർ. ഒരു വീട്ടമ്മക്ക് ലീഡർ ആവാം, ഇവിടെ ഇരിക്കുന്ന ഓരോ പ്രേക്ഷകനും ലീഡർ ആവാം. അങ്ങനെ ലീഡർ ആവുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടതെന്നാണ് അവസാനമായി ഡേവിഡ് ഷ്വാർട്സ് പറയുന്നത്. അതിലൊന്ന്, ലീഡർഷിപ്പിന് ചില പ്രിൻസിപ്പിളുകളുണ്ട്. പ്രധാനമായും 4 എണ്ണമാണ്. അതിലൊന്ന് എന്താണെന്നറിയോ? ചിലവരുടെ മൈൻഡ് ട്രേഡ് മൈൻഡ്സ് വിത്ത് അതേഴ്സ് എന്നാ പറയാം. അതായത് ചിലർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരെ കൂടെ സഹായിക്കാൻ പറ്റുന്ന ഒരു കഴിവുണ്ടാവും. അപ്പൊ തന്നെ എങ്ങനെയായിരിക്കും മറ്റുള്ളവരെ സംസാരിക്കുക അല്ലെങ്കിൽ പറയുക എന്നുള്ള ഒരു ചിന്തയും ഈ ലീഡർക്ക് ഉണ്ടാവും. അതായത് അതിന് മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, എമ്പതി എന്നൊരു ഗുണം നമുക്ക് ലീഡർക്ക് ഉണ്ടാവും. അതിനെ കുറിച്ച് പല പുസ്തകങ്ങളും പറയുന്നുണ്ട്. അതായത് ഇന്ന് ഈ മൈക്രോ സെക്കൻഡിൽ നിങ്ങൾ എടുക്കേണ്ട തീരുമാനം എന്താ പറയുക? I want to change some of them or majority of them. അപ്പൊ നിങ്ങൾ ഞാൻ ഇരിക്കുന്ന കുറെ പ്രേക്ഷകർ എന്താ ചെയ്യാൻ പോകുന്നില്ല? അടുത്ത ആഴ്ച വരും ക്ലാസ് കേൾക്കാൻ. എന്തിനാ ഈ കച്ചറക്കൊക്കെ പോകുന്നത്? എന്തിനാ ലീഡർ ആവണേ? ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ജീവിക്കാൻ. ആ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വന്നിട്ട് കൃത്യമായ ഭക്ഷണം കഴിച്ച് ഇവിടെ കിടന്നുറങ്ങിയാൽ പോരാ. ആരും ചോദിക്കാൻ, ഹെഡ് മാസ്റ്ററോട് ആരും ഒന്നും ചോദിക്കാൻ പോരാ. എന്നെ പല സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, എനിക്ക് വട്ടാണ്, എന്തിനാ ഇങ്ങനെ ഈ രാത്രി ഇരുന്ന് പരക്കേണ്ട ആവശ്യം എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരവാണ്? ബിക്കോസ് their thinking is not leadership. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ലീഡർ ആവാൻ പോകുന്നതിന്റെ വലിയ ലേണിംഗ് സ്കൂളായിട്ട് ഇത് മാറും. രണ്ടാമത്തെ പുസ്തകം അടുത്ത ആഴ്ച തുടങ്ങുകയാണ്, തിങ്ക് ആൻഡ്. അടുത്ത ആഴ്ച നമ്മൾ ചെയ്യുന്നത് ഇതുവരെ ഈ 13 അധ്യായത്തെയും നമ്മൾ ചുരുക്കത്തിൽ വീണ്ടും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് അതിങ്ങനെ ആഴ്ന്നിറക്കുന്നു. പിന്നെ നിങ്ങൾ ഡെയിലി പുസ്തകം വായിക്കുക. അപ്പൊ നിങ്ങൾ തറവാവും. ഇതിൽ ഓരോ പോയിന്റ്, ഈ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഞാൻ ന്യൂറോ സയൻസിലേക്ക് വരാൻ തുടങ്ങുന്നത്രേ സമയമില്ല. അപ്പൊ ഈ ബ്രെയിൻ എന്ന് പറയുന്ന ഈ സംഭവത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ചങ്ങയുടെ റെക്കോർഡ് ചെയ്തു. ഇപ്പൊ ഈ ഇത് കഴിഞ്ഞൊക്കെ അഭിപ്രായങ്ങൾ പറയാനൊക്കെ സമയം ഉണ്ടാകുമ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇന്നലെ എൻ്റെ ഒരു ലൈവ് ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത കുറച്ച് ആൾക്കാരെങ്കിലും ഇത് ഉണ്ടാവും ഞാൻ വിചാരിക്കും. സ്ഥിരമായി വരുന്നവരുണ്ട്. അവർക്ക് സംഭവിക്കുന്ന വെച്ചാൽ, ഒരു ട്രെയിനിങ്ങിൽ ഞാൻ ഇന്നലെ എന്നെ കണ്ടു ഒരു 5-6 മണിക്കൂർ. പിന്നെ ഇന്ന് അവരുടെ ജീവിതത്തിൽ എല്ലാ സമയത്തും എന്റെ പിക്ചർ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. വേണം ആർക്കെങ്കിലും ഷെയർ ചെയ്യാം. അതൊരു സയൻസ് ആണ്. ഇത് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ കാര്യം ഞാൻ പറയാൻ പോകണം. എന്റെ എന്തോ വലിയ കഴിവൊന്നല്ല ഞാൻ പറയാൻ പോകുന്നത്. കാരണം നമ്മൾ ഇങ്ങനെ ലീഡർ ആവുമ്പോൾ മറ്റുള്ളവർ റിഫ്ലക്ട് ചെയ്തോണ്ടിരിക്കും. This is the thing. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റിലേക്ക് ഞാൻ വീണ്ടും വരികയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? ട്രേഡ് മൈൻഡ്സ്. അതായത് സക്സസ്ഫുൾ ലീഡേഴ്സ് ആന്റിസിപ്പേറ്റ് ഹൗ അതേഴ്സ് വിൽ റിയാക്ട് ടു ഡിസിഷൻസ്. മറ്റുള്ളവർ എങ്ങനെ ചിന്തിക്കുന്ന പോലെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. എങ്കിലും നിങ്ങൾ അങ്ങനെ ആവും. മറ്റുള്ളവരെ കുറിച്ച് എങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പഠിക്കണം. കുറെ കേസ് സ്റ്റഡീസ് ഒക്കെ പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, അത് നിങ്ങൾ വായിക്കണം. രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് ആണ്. അതായത് നിങ്ങൾ ഓരോ സിറ്റുവേഷനിലും നിങ്ങൾ ചിന്തകളെ പ്രാക്ടീസ് ചെയ്യണം. എങ്ങനെയാണ് അത് കടന്നു പോകേണ്ടത്? അതായത് നിങ്ങളുടെ ബ്രെയിനിന് നല്ല പണി കൊടുക്കണം. എന്നിട്ട് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പ്, വാട്ട് ഈസ്
ദ ഹ്യൂമൻ വേ ടു ഹാൻഡിൽ ദിസ് തിങ്ക്? ഇതിന് മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില കാര്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവില്ല. വിട്ടെ, പിടിമേലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറയാം, അത് രക്ഷപ്പെടാൻ നോക്കാത്തത്. പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്ക് ഹ്യൂമൻ വേ ടു ഹാൻഡിൽ ദിസ് എന്തൊക്കെ അതായത് ആ പ്രശ്നത്തെ, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നിങ്ങൾ ഒരു കണ്ണിലൂടെ മാത്രമേ കാണൂ, എന്നൊരു പരിപാടി. പക്ഷേ നിങ്ങൾക്ക് ഈ പുസ്തകം വായിച്ചു കിട്ടുന്ന അറിവിലൂടെ പല ആംഗിളിലൂടെ അത് നോക്കാൻ പറ്റും. ഒന്ന്, മെന്ററൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ എല്ലാ ആംഗിളിലും അതിനെ കാണാൻ പറ്റും. വെരി സിമ്പിൾ. അതൊരു എക്സ്പെർട്ടൈസ് ആട്ടോ. നിങ്ങൾക്ക് അതുപോലെ പറ്റും. വാട്ട് ഈസ് ദ ഹ്യൂമൻ വേ ടു ഹാൻഡിൽ ദിസ്? എന്താണ് മനുഷ്യൻ ചെയ്യാൻ പറ്റും? അതായത് ലോകത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, പട്ടിണി മാറ്റണം, അല്ലെങ്കിൽ വർഗീയത, അല്ലെങ്കിൽ ജാതി മത വർഗ രാഷ്ട്രീയത ഒഴിവാവണം, എല്ലാവരും പ്രകൃതി സംരക്ഷകരാവണം. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. എങ്ങനെ ഉണ്ടാക്കി തരും? ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൂടെ ആയിത്തീരും. അത്യാവശ്യം ഭക്ഷണം കൊടുക്കുന്നു, ഗുഡ്. ഇന്നലെ ട്രെയിനിങ് ഉണ്ടാവും, ലീഡർ എന്നെ വിളിച്ചു പറഞ്ഞു, വലിയ ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ട്രെയിനിങ് പ്രോഗ്രാമിൽ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാണ്. ഗുഡ്, ഇറ്റ്സ് എ ഗുഡ് ലീഡർ. നല്ല കാര്യം. ഇവിടെ അതുകൊണ്ടാണ് മദർ തെരേസ പറഞ്ഞത്, തീവ്രവാദത്തിനെതിരെ ഞാൻ സംസാരിക്കാൻ വരില്ല, പക്ഷെ ഞാൻ സമാധാനത്തിന്റെ ഒരു വലിയ ഒരു പരിപാടിയിൽ ഞാൻ വരാം. സമാധാനം ഉണ്ടായ പിന്നെ തീവ്രവാദമില്ല. വെളിച്ചം എന്ന് പറയുന്നുണ്ടാവാൻ പിന്നെ ഉണ്ടെങ്കിൽ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ്. അതാണ് എന്താ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം. നെക്സ്റ്റ് ഈസ് തിങ്ക് പ്രോഗ്രസ്, ബിലീവ് ഇൻ പ്രോഗ്രസ്, പുഷ് ഫോർ പ്രോഗ്രസ്. ഇത് ഭയങ്കര പോയിന്റ് ആട്ടോ. ഈ പുസ്തകം പലതവണ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. തിങ്ക് പ്രോഗ്രസ്, അതാണ് പ്രശ്നം. ഈ ഇരിക്കുന്ന ആൾക്കാരിൽ പലരുടെയും പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്നത് അറിയോ? അവരൊന്നും മോശക്കാരല്ല. ഞാൻ ആണായിട്ട് പറയാം, നിങ്ങൾ ആരും മോശക്കാരല്ല. ഒരൊറ്റൊരാളെ എനിക്ക് മോശം കാണാൻ പറ്റും. മന്ദബുദ്ധി എന്ന് പറയുന്ന ഒരൊറ്റ വിദ്യാർത്ഥിയില്ല, മണ്ടനായൊരു വിദ്യാർത്ഥിയില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രോഗ്രസ് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. അതായത് അഭിവൃദ്ധി ചിന്ത എന്നൊരു സാധനമുണ്ട്. എനിക്ക് തോന്നുന്നു അൺഫോർച്ചുനേറ്റ്, നിർഭാഗ്യകരമുണ്ട്, നമ്മുടെ പല ആൾക്കാരും നിങ്ങൾ നോക്കിയാൽ ഈ പ്രോഗ്രസീവ് ചിന്തിക്കാതിരിക്കില്ല. അവർ പ്രോബ്ലം തിങ്കേഴ്സ് ആയിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നമ്മുടെ രാജ്യമാണ് ഫിൻലാൻഡ്. ആ ഫിൻലാൻഡിനെ പലപ്പോഴും എഡ്യൂക്കേഷനിൽ നമ്മുടെ ഗവൺമെന്റ് ഒക്കെ കോപ്പി ചെയ്യാൻ പോകുന്നത് ഫിനിഷ് ലെസൺസ് എന്നാണ് അതിന്റെ പേര്. അതുമായി ബന്ധപ്പെട്ട് ചില സ്റ്റഡിയൊക്കെ നടത്താൻ പോയി ഞാൻ ഇപ്പോഴും പഠിക്കുന്നത്. ഫിൻലാൻഡുകാർ, ഞാനൊരു ഫിൻലാൻഡ് പോയിട്ടില്ല, ചിലപ്പോൾ ഫിൻലാൻഡുകാരൊക്കെ ഇരിക്കേണ്ട ബന്ധുക്കളുണ്ടാവും. അവിടെ കണ്ടൊരു കാര്യം, അവർ ഏത് ആഡ്വേഴ്സ് സിറ്റുവേഷനിൽ അവര് പോസിറ്റീവ് സിറ്റുവേഷനിലേക്ക് മാറും. അതായത് മഴയുണ്ടെങ്കിലും അവർക്ക് പ്രശ്നമില്ല, വെയിലുണ്ടെങ്കിലും പ്രശ്നമില്ല, ഇനി എന്ത് തണുപ്പ് വന്നാലും ഒന്നും അവർക്ക് പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കുട്ടികൾ ഉണ്ടായിക്കോളും. നമ്മുടെ കുട്ടികളൊന്നും മഴയത്ത് പോയ ഉടനെ അമ്മ പറയാൻ പറ്റില്ല, ജലദോഷം വരും. ഒരു കുട്ടി ചളിയിൽ പെരങ്ങിയാൽ ഉടനെ പറയും ഇവന് അലർജി വരും. ഇതൊരു കഷ്ടമാണ്. ആ പ്രോഗ്രസ് എന്ന് പറയുന്ന സംഭവത്താണ് അവര് മാറുന്നത്. ഇത് ഞാൻ സ്കൂളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ ഞാൻ വെറുതെ നടന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഞങ്ങളുടെ കുറെ കാക്കകൾ കുളിച്ചോണ്ടിരിക്കുകയാണ്. എന്ത് മനോഹരായിരുന്നു. ഞാൻ കുറേ സമയം നോക്കിക്കൊണ്ടിരിക്കും. അവർ വരുന്നു, വെള്ളത്തിലും കുളിക്കുന്നു, അവർ എൻജോയിങ് പ്രോഗ്രസ്. ഇതേ ദൃശ്യം കാണുന്ന ഒരാൾ എന്താ പറയാ, അയാൾക്ക് കണ്ടിട്ടേ ഉണ്ടാവില്ല, കണ്ടാ പറയും ഈ കാക്കകളെ കൊണ്ട് വലിയ ചൊറയാണ്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ദിസ് ഈസ് ദ നെഗറ്റീവ് തിങ്കിങ്. നിങ്ങൾ ഇന്ന് മുതൽ ഒരു കാര്യം അപ്പോൾ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ മാത്രം പ്രോഗ്രസ് അല്ല, സമസ്ത പ്രോഗ്രസ് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളൊക്കെ കോടീശ്വരന്മാരാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ സമ്പന്നന്മാരാവട്ടെ, നിങ്ങൾ വളരെ ഐശ്വര്യമുള്ളവരാവട്ടെ, നിങ്ങൾ വളരെയധികം ആരോഗ്യമുള്ളവരാവട്ടെ എന്ന് ചിന്തിക്കുക. അതിനെതിരെ ദാരിദ്ര്യം. അപ്പൊ തിങ്ക് പ്രോഗ്രസ്. അടുത്ത വാക്ക് എന്താ അദ്ദേഹം പറയുന്നത്? ബിലീവ് ഇൻ പ്രോഗ്രസ്. അതാണ് പോയിന്റ്. തിങ്ക് പ്രോഗ്രസ്, അഭിവൃദ്ധിയെ കുറിച്ച് ചിന്തിക്കുക, ബിലീവ് ഇൻ പ്രോഗ്രസ്. പലർക്കും ആദ്യം ചിന്തിക്കും, പക്ഷെ വിശ്വാസമില്ല. ഞാൻ ഇതിലെ ബയോളജി ഓഫ് ബിലീഫിനെ കുറിച്ച് അവിടെ പറഞ്ഞത്. വിശ്വാസം വളരെ പ്രശ്നമാണ്. ഞാൻ അഭിവൃദ്ധിപ്പെടും. ഇനി ഭാര്യ ഭർത്താക്കന്മാരെ കേൾക്കുന്നുണ്ടെ ശ്രദ്ധിക്കുക. ഭർത്താവ് തീരുമാനിക്കുകയാണ്, ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ചു അല്ലെങ്കിൽ ക്ലാസ് കിട്ടും, ഭയങ്കര എക്സലന്റ് ആയി, ഞാൻ ഇന്ന് മുതൽ അഭിവൃദ്ധി തീരുമാനിച്ചു. ഉടനെ ഭാര്യ നടക്കും, അല്ല തിരിച്ചോ കേട്ടോ. ഭാര്യ വന്നാൽ ഭാര്യ വരാം, ഭർത്താവിന് വരാം.
അവരത് വിശ്വസിക്കണം. ഐ വിൽ ബി ദി പ്രോഗ്രസ് വുമൺ ഓർ പ്രോഗ്രസ് മാൻ. 7,500 കോടി കടമുള്ള ഒരു മനുഷ്യൻ തന്റെ ഭാര്യയോട് ഒന്നും പറയാതെ ആത്മഹത്യ ചെയ്യുന്നു കോഫി ഡേ. ആ നിർണായക ഘട്ടത്തിൽ എല്ലാ ദുരന്തങ്ങളും ഏറ്റുവാങ്ങി ആരുമില്ലാതിരിക്കുന്ന ഒരു കൊറോണ കാലത്ത് അവർ തന്റെ ബിസിനസ് വളർത്തി 5,500 കോടി കടം തീർക്കുന്നു. മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു, ബിസിനസ് വേൾഡ് ശ്രദ്ധിക്കുന്നു. മാളവിക ഹെഗ്ഡെ. പെർസെപ്ഷൻ, കാഴ്ചപ്പാടിന്റെ വ്യത്യാസം. പലപ്പോഴും ഈ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞാൽ പലരും കാണാൻ വരും, സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. സാർ ഞാനിങ്ങനെ പ്രോഗ്രസ് ചെയ്തിരുന്നു, പക്ഷെ ബിലീവ് ഇൻ പ്രോഗ്രസ്. ഈ 10 ലക്ഷാളം മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ത് സാഹചര്യം വരട്ടെ, ഇറ്റ്സ് നോട്ട് എ ക്വസ്റ്റ്യൻ ഫോർ മീ. ഞാൻ മുന്നോട്ട് പോകും. ഈ വെബിനാർ സീരീസ് അവസാനിക്കുന്നില്ല. ആര് വരുന്നു അതെന്റെ വിഷയമേ അല്ല. ഇതാണ് ബിലീവ് ഇൻ പ്രോഗ്രസ്. അടുത്ത ചോദ്യം പുഷ് ഇൻ സ്ട്രോക്ക്, അതായത് നമ്മളിനെ പുഷ് ഫോർ പ്രോഗ്രസ്. നിങ്ങൾ എല്ലാ ദിവസവും സ്വയം തള്ളണം. ഇല്ലെങ്കിൽ തള്ളാൻ ഒരാള് വേണം. ഇപ്പൊ ഞാനൊക്കെ മെന്റർ ചെയ്ത ആൾക്കാർക്ക് ഞാനത് തള്ളിക്കൊണ്ടിരിക്കും. ഇവര് അടങ്ങിയിരിക്കാൻ വിടില്ല. അവർക്കറിയാം അതിന്റെ അനുഭവങ്ങൾ. പുഷ് ഫോർ പ്രോഗ്രസ്. നാലാമത്തെ കാര്യം, take time to confer with yourself. ഏകാന്തതയിൽ ഇരുന്ന് ആ സംഭവങ്ങളെയൊക്കെ ഒന്ന് വിശദീകരിച്ച് സ്വയം അതായി മനസ്സിലാക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു തിങ്ക് പ്രോഗ്രസ്. ഇന്നത്തെ ലാസ്റ്റ് മേ ബി ടേക്ക് ഹോം സൊല്യൂഷൻ ഞാൻ പറയുന്നത് അവസാനിപ്പിക്കുന്നു. തിങ്ക് പ്രോഗ്രസ്, ബിലീവ് ഇൻ പ്രോഗ്രസ്, പുഷ് ഫോർ പ്രോഗ്രസ്. അതായത് പ്രോഗ്രസ് മാത്രം ചിന്തിക്കുന്നു, പ്രോഗ്രസ് മാത്രം വിശ്വസിക്കുന്നു, അതിനുശേഷം അതിലേക്ക് തള്ളുന്ന കാര്യം മാത്രം ചെയ്യുന്നു. പിന്നെ ഓരോന്നും ചിന്തിക്കരുത്. ഇവിടെയാണ് ക്ഷീണിച്ചു കിടക്കുന്ന അർജുനനെ തന്റെ ചിന്തകൾ കൊണ്ട് മാറ്റിമറിച്ച കൃഷ്ണൻ ഉണ്ടാവുന്നത്. വീണ് കിടക്കുന്ന ഗാണ്ഡീവം എന്ന തന്റെ ആ വില്ല്, ഗാണ്ഡീവം സ്രംസതേ ഹസ്ത, അതിനെ ഉണർത്തി അവസാന യുദ്ധോദ്യുക്തനായി ഫൈറ്ററാക്കി മാറ്റുന്ന മനോഹരമായ ഭഗവത്ഗീതയുടെ പ്രോസസ് തന്നെയാണ് ഡേവിഡ് ഷുവാർട്സ് ഇവിടെ പറയുന്നത്. ഇവിടെ ഈ പുസ്തകം അവസാനിക്കുന്നു. പക്ഷേ 13 ചാപ്റ്ററുകളിലൂടെ നിങ്ങളിലുള്ളിലൂടെ കടന്നുപോയ കുറെ ചിന്തകൾ തുടർച്ചയായി വന്നവർക്ക് മാത്രമാണിത്. മറ്റുള്ളവർ ഒരു നിരാശയും വേണ്ട. അടുത്ത വ്യാഴാഴ്ച നമ്മൾ വീണ്ടും ഒന്നിച്ചിരിക്കും. അന്ന് ഈ പുസ്തകത്തെ കുറിച്ച് ചുരുക്കത്തിൽ ഓരോ അധ്യായത്തിന്റെയും പ്രധാന പോയിന്റുകൾ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യും. പുസ്തകം വായിക്കുക, മുന്നോട്ട് പോകുക. താങ്ക് യു ആൻഡ് ഓവർ ടു നൈന. താങ്ക് യു സാർ. സാറിന്റെ വിലപ്പെട്ട സമയവും അറിവും നമുക്ക് വേണ്ടി പകർന്നു തരുന്ന സാറിന് എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. അതേപോലെ നമുക്കറിയാം ഈ സാറിന്റെ ഫിസിക്കലായിട്ടായാലും ഈ ഒരു സൂം പ്രോഗ്രാമിലും കൂടെ ആയാലും ഒരുപാട് പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സാറിനെ ഈ ഒരു പിന്തുടർന്നുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പം ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ സാറോട് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ എന്റെ നമ്പർ അവിടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. 9946232931. നിങ്ങൾക്ക് ആദ്യം ഒരു മെസ്സേജ് അയക്കുക. അന്നേരം എനിക്ക് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യാനോ സംസാരിക്കാനോ പറ്റിയിട്ടില്ലെങ്കിൽ ഡോണ്ട് വറി, ഐ വിൽ കോൺടാക്ട് യു ഡെഫിനറ്റ്ലി. ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആരാണ് സംസാരിക്കുന്നത്? സാർ എന്റെ പേര് ദിനിൽ എന്നാണ്. എന്താണ് പേര്? ദിനിൽ. ദിനിൽ പറയുന്നത്. സാർ കൊട്ടാരക്കരയാണ്, കൊല്ലം. ഓക്കെ, സാറ് പറയുന്ന 4-ാമത്തെ പോയിന്റ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? ഓക്കെ, ഐ വിൽ ടെൽ യു.
ഇപ്പൊ പറഞ്ഞ 4 അല്ലേ? 4 ഫോർത്ത് പോയിന്റ്. ഓക്കെ, അതായത് ഏകാന്തതയിലൂടെ നമ്മൾ ആഴത്തിൽ തങ്ങളുടെ ഈ വിജയത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനെ കൺഫർ വിത്ത് യുവർ സെൽഫ് എന്ന് പറയും. അതായത് ഏകാന്തമായി തന്റെ വിജയത്തെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് സമയം എപ്പോഴും ഉണ്ടാവണം. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു സോ മച്ച്. പ്രോഗ്രാം ഗൾഫിൽ ഉണ്ടാവാറുണ്ടോ? സുരേഷ് സാർ നമസ്കാരം. മെയ് മാസത്തിൽ ഞാൻ ചില പ്രോഗ്രാംസ് എനിക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വരുന്നൊരു ഷെഡ്യൂൾ അറിയിക്കാം. അപ്പോ നമുക്ക് അവിടെ ഒത്തുചേരാം. സൗദി, ഒരു സ്ഥലം കൂടെ പറഞ്ഞു, ഖത്തർ, ഈ 3 സ്ഥലത്ത് ഞാൻ വരുന്നുണ്ട്. അതിന്റെ ഒരു ഷെഡ്യൂൾ ആയി വരുന്നത് എത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ വരും. ഈ വർഷം ഞാൻ അധ്യാപകൻ റിട്ടയർ ചെയ്യുന്നില്ല, അടുത്ത വർഷമാണ് റിട്ടയർമെന്റ്. അത് കഴിഞ്ഞാൽ ഞാൻ അറൌണ്ട് ദ ക്ലോക്ക് ഐ വിൽ ബി ട്രാവലിംഗ് അക്രോസ് ദ ഗ്ലോബ്. അത് തീരുമാനമായിട്ട്. സാർ ഒരു കാര്യം, ഈ ലിങ്ക് അവർക്ക് പരമാവധി അയച്ചു കൊടുക്കുകയും ഈ പ്രോഗ്രാമിലേക്ക് ഇനി ശനിയാഴ്ചത്തെ ലിങ്ക് കൂടെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ലിങ്ക് കിട്ടും. ഇല്ല എന്റെ പേഴ്സണൽ നമ്പറിലേക്ക് ചാറ്റ് ചെയ്താൽ ആ ലിങ്ക് അയച്ചു തരാം. നിങ്ങളുടെ പേരൊക്കെ വേണം. തീർച്ചയായിട്ടും സുരേഷ് സാർ, നിങ്ങൾ ഗൾഫിലൊക്കെ ഉള്ളവർ ചെയ്യേണ്ട പരമാവധി ആൾക്കാർ, എനിക്കറിയാം അവിടുത്തെ സമയത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കുറച്ചു കഴിഞ്ഞാൽ അത് ഒരു യൂട്യൂബിലൂടെ ഞങ്ങൾ തിരിച്ചു, ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. സാർ ഞാൻ രാജീവാണ്, പെരിന്തൽമണ്ണ. പറഞ്ഞു. ഇന്ന് ആദ്യമായിട്ടാണ് ഈ ലിങ്ക് കിട്ടുന്നത്, ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ കയറുന്നത്. സാറിന്റെ കുറച്ച് സമയമായിട്ട് കേട്ടോളൂ, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇനി എങ്ങനെയാണ് ഇതിൽ കയറാൻ പറ്റുക? അതായത് നിങ്ങൾക്ക് കിട്ടിയ ലിങ്ക് തന്നെയാണ് തുടരുക. ഓക്കെ. പിന്നെ അടുത്ത സാറ്റർഡേ പ്രോഗ്രാം കൂടെ വരുന്നുണ്ട്. അത് നവംബർ 1 തുടങ്ങും. അപ്പൊ ഞാൻ എന്റെ നമ്പർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവൈറ്റ് എങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പിലായിരിക്കും വന്നിട്ടോ. ഞാനിത് അതിലേക്ക് ഒരു ഹായ് അയച്ചാൽ ഞാൻ അത് അയച്ചു തരാം. ഇന്ന് നിരാശപ്പെടേണ്ട, അടുത്ത ആഴ്ചത്തെ ക്ലാസ് മിസ് ചെയ്യരുത്. ഈ 13 ചാപ്റ്ററിലെയും പ്രധാന പോയിന്റ്സ് പറയാണ് ഞാൻ ചെയ്യുന്നത്. പുസ്തകം തീർച്ചയായിട്ടും അങ്ങ് വായിക്കണം. രാജീവ് എന്താ ചെയ്യുന്നത്? ഞാന് കൃഷിഭവനില് കൃഷി അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. വെരി നൈസ്. സാറേ ഭയങ്കര സ്പീഡാണ്, ഈ പോയിന്റുകൾ കുറച്ചുകൂടെ ഒന്ന്. അതെ, എനിക്ക് മനസ്സിലായി. എന്താ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഈ പുസ്തകം വായിക്കുകയാണ് നിങ്ങൾ വേണ്ടത് രാജീവ്. മാജിക് ഓഫ് തിങ്കിങ് ബിഗ്. ഇത് അതിനെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഭയപ്പെടേണ്ട. അടുത്ത ആഴ്ച ഓരോ പോയിന്റ് മെല്ലെ ഞാൻ പറഞ്ഞു തരും. ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമേ ഈ പുസ്തകം ഉപയോഗിക്കുന്നുള്ളൂ, അല്ലാണ്ട് ഇറ്റ്സ് എ ലെക്ചർ സീരീസ്. ഓക്കെ, താങ്ക് യു. അല്ല, ഇത് എവിടെ കളക്ട് ചെയ്യാൻ പറ്റുക? അത് ആമസോണിൽ കിട്ടും. ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര്. ഞാൻ ടൈപ്പ് ചെയ്യാം. ആമസോണിൽ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഇങ്ങനെയാണ് ആൾക്കാർ വരേണ്ടത്. അടുത്ത പ്രാവശ്യം ഇത് പലർക്കും ഷെയർ ചെയ്തോളൂ കേട്ടോ. ഓ ഷുവർ. ഞാൻ മലപ്പുറത്തൊക്കെ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. അയ്യൂബ് ഇരട്ടിയാണ് സാർ. ഈ തിങ്കിങ്ങിന് ഈ ഏജ് ആയിട്ട് എങ്ങനെ ബന്ധം? ഒരു ബന്ധമില്ല. നോ റിലേഷൻ. 40 വയസ്സൊരു അങ്ങനെ ഒരു ഏകാന്തത ചിന്ത അങ്ങനെയുള്ളൊരു ഇത് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അത് ഏജും ചിന്തകളും തമ്മിലൊന്നുമില്ല. വളരെ ചെറിയ പ്രായത്തിൽ വളരെ വലിയ ചിന്തകൾ കാണാൻ പറ്റും. വലിയ പ്രായത്തിൽ ചിന്തകൾ എന്ന് പറയുന്നതിന് പ്രായമില്ല. നിങ്ങൾ എടുക്കുന്ന തീരുമാനം എടുക്കുന്ന നിമിഷം മാത്രമേ ഉള്ളൂ. അതായത് വലിയ ചിന്തകൾ വേണം എന്നൊരു തീരുമാനം എടുക്കുന്നത് ഏത് പ്രായത്തിലും ആവാം. നമസ്കാരം സർ. നമസ്കാരം. ഉണ്ണി സാറെ പറഞ്ഞു. സർ, ഒരു മനുഷ്യൻ പെട്ടെന്ന് അദ്ദേഹം പലതര പ്രോബ്ലംസിൽ കൂടെ കടന്നു പോകുന്നു. അദ്ദേഹം പെട്ടെന്ന് അവര് മാനസികമായിട്ട് ഡൗൺ ആകുന്ന സമയത്ത് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു. സാർ അതിനെ കുറിച്ച് എന്താണ് പറഞ്ഞുതരാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ. ഇതൊരു മൈൻഡാണ്. അതായത് ഒരാൾ വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആവുന്നു, അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അതാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ റിവേഴ്സ് ആയി ചിന്തിക്കാം. ഇന്ന് ലോകത്തിൽ ഏതൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ അനലൈസ് ചെയ്താൽ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുകിൽ സാമ്പത്തിക പ്രയാസം, അങ്ങനെയാണ് എല്ലാവരും ആത്മഹത്യ ചെയ്യണം, അതിന്റെ ആവശ്യമില്ല. $1 ബില്യൺ കടമുള്ളവർ ജീവിക്കുന്നുണ്ട്. ലോകത്ത് നിങ്ങൾ ആരും ഒരു കടക്കാരനെയും കൊല്ലാൻ ഇവിടെ വകുപ്പൊന്നുമില്ല. അത്യാവശ്യം കേസ് വരാമല്ലാണ്ട് വേറൊന്നും സംഭവിക്കില്ല. രണ്ടാമത് എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസിൽ ആത്മഹത്യ ഒരു പരിഹാരമല്ല, പരിഹരിക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്യും. അല്ലെങ്കിൽ ചിലവരെന്തെങ്കിലും സമൂഹത്തിന് ദോഷമുള്ള കാര്യങ്ങൾ ചെന്നുപെടുന്നു, മോഷണമാവാം, മറ്റു തോന്നിയ ദിവസം അയാൾക്ക് ഒരു നിമിഷം കൊണ്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇങ്ങനെ നോക്കിയാൽ ഞങ്ങൾ ഏത് പ്രശ്നത്തിനാണ് ആത്മഹത്യ ചെയ്യേണ്ടതുള്ളത്?
പിന്നെ ഏറ്റവും വലിയ കാര്യം ഒറ്റപ്പെടുന്നു എന്നുള്ള സമയത്തല്ലേ ആത്മഹത്യ ചെയ്യേണ്ടത്. ഇവിടെ ഒരു വലിയ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ ഇല്ലേ? നിങ്ങളൊരു കൂട്ടായ്മ പോകുമ്പോൾ തന്നെ നമ്മൾ ആൾ മാറും. സാർ അവര് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മൈൻഡില് അത് വലിയൊരു ഒരു പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നമാകുമ്പോൾ പെട്ടെന്ന് അവര് ഒരു ഡിസിഷൻ എടുക്കുകയാണല്ലോ. സാർ അതിലെ വിഷയം എന്താണെന്നറിയോ ഉണ്ണി സാറേ, ഈ ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് ഒരു സുഹൃത്ത് ഉണ്ടാവുകയോ ഒരു മെന്റർ ഉണ്ടാവുകയോ ചെയ്താൽ ആത്മഹത്യയുടെ ആവശ്യമില്ല. അത് കിട്ടാവുന്ന വിധത്തിൽ അയാൾ പെട്ടെന്ന് ഫാസ്റ്റ് ഡിസിഷൻ എടുക്കുന്നത്. എന്റെ അടുത്ത സുഹൃത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരനാണ്, അധ്യാപകൻ. എനിക്ക് വലിയ സങ്കടം തോന്നി. കാരണം അന്ന് അവൻ ആത്മഹത്യ ചെയ്തതിന് കുറച്ചു മുമ്പ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. പറയാൻ പറ്റില്ല. അത് ചിലപ്പോ എന്തോ സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിൽ ചിലർ മദ്യത്തിന്റെ പുറത്തൊക്കെ ചിലർ ആത്മഹത്യ ചെയ്ത് കളയും. അപ്പൊ നിങ്ങൾ ഈ പ്രിഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് വർക്കില്ല. അതായത് വികാരം ഉണ്ടാക്കുന്ന റെപ്റ്റീലിയൻ ബ്രെയിനിൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രിഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് ഡിസിഷൻ എടുക്കുന്ന ടൈം, അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ പറയുന്നില്ല, ആ ഒരു സമയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യില്ല. അതിന് ട്രെയിനിങ് ആവശ്യമുണ്ട്, അതിന് കുറച്ച് പ്രാക്ടീസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ ആവശ്യമുണ്ട്. ഇറ്റ്സ് പോസിബിൾ. പക്ഷെ വളരെ അറിവുള്ളവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ആ മൊമെന്റത്തിലാണ് അവർക്ക് പ്രശ്നം വരുന്നത്. ഈ വ്യക്തിയെ മെന്ററിങ്ങിലൂടെ നമുക്ക് ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ 100% ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ചാലഞ്ചിന് തയ്യാറാണ്. ഓക്കെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിലൊന്നും തന്നെ സാമ്പത്തിക ഇടപാടില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, ഞാൻ കൂടുതലായിട്ട് സാറിന് ഇനിയൊരു അവസരത്തിൽ ഞാൻ ബന്ധപ്പെടാം. ഓ, സമയം ലിമിറ്റ് ആണല്ലോ. ഓക്കെ, ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ? ഹലോ സാർ, എനിക്ക് തോന്നുന്നു സാറിന് പിന്നെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെയും ഒരു ഡൗട്ടാണ്. എനിക്കത് ലോ ഓഫ് അട്രാക്ഷനോട് നല്ല റിസംബ്ലിങ്സ് ഉള്ള കാര്യങ്ങളാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ പോലും ഇപ്പൊ തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമ്മുടെ മൈൻഡിന്റെ അല്ല, ന്യൂറോൺസ് ആണ്. അതായത് നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു, ആ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ന്യൂറോൺസിന്റെ ചേഞ്ച് വന്ന് ന്യൂറോജെനസിസ് മാറുന്നു, അല്ലെ ന്യൂറോ പാത്വേ മാറുന്നു. ആ ന്യൂറോ പാത്വേ മാറുകയും അത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം അല്ലെ റാസ് എന്ന് പറയും, ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ റാസ് എന്ന് പറയുന്ന ഏരിയ റെറ്റിക്കുലർ ആ സിസ്റ്റം ആക്റ്റീവ് ആവുന്നു. നിങ്ങളുടെ ലക്ഷ്യത്തിൽ അതായത് കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിൽ തന്നെ ഇമോഷനോടുകൂടി ചിന്തിച്ചാലേ പറ്റൂ. ഇമോഷനോടെ കാറിൽ യാത്ര ചെയ്യുന്നതിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ന്യൂറോജെനസിസ് അവിടെ നടക്കുന്നു, നിങ്ങളുടെ റാസ് ആവുന്നു. നിങ്ങൾ റോഡിൽ എവിടെയും ആ കാറ് മാത്രം കാണുന്നു. ഒരു ദിവസം കാറ് നിങ്ങൾക്ക് ലഭിക്കുന്നു. ദിസ് ഈസ് ഇറ്റ്. ഓക്കെ സാർ, കാരണം ഞാൻ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ഉണ്ട് സാർ. ഇപ്പം സാർ ഇഫ് യു ഡോണ്ട് മൈൻഡ് ദാറ്റ് സാറിന് കഴിയുമെങ്കിൽ ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു ക്ലാസ് ജസ്റ്റ് എടുത്ത്. തീർച്ചയായും ഞാൻ ഇത് കണ്ടിന്യൂസ് സീരീസ് ആണ്. ഈ ഞാൻ ശനിയാഴ്ച എടുക്കുന്ന ക്ലാസ്സിൽ ഈ ഇതിന്റെ പ്രാക്ടിക്കൽ സൈഡാണ് പറഞ്ഞു തരുന്നത്. ഇത് ബുക്ക് വൈസ് ആണ്. അത് നമ്മൾ പ്രത്യേക സിലബസ് ആണ് ചെയ്യുന്നത്. സാറ്റർഡേ 8 o'clock നവംബർ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇതില് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടോ സാറേ? ഓഫ്ലൈൻ സെഷൻസ് ഞാൻ പറയട്ടെ, ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ വരുന്നുണ്ട് സെഷൻ ചെയ്യാൻ. അപ്പോ ഞാൻ ഈ പ്രോഗ്രാമിൽ എന്റെ ഷെഡ്യൂൾസ് അറിയിക്കും. ഇപ്പൊ കൊച്ചിയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ 22-ാം തീയതി കൊട്ടാരക്കര ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം ഈ ലീഡർഷിപ്പിന്റെ സെഷൻസ് ആണ്. അത് പല ഇപ്പൊ ഈ ബയോട്ടോറിയം ചെയ്യുന്നുണ്ട്, പല കമ്പനികൾ അതിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് ലീഡർഷിപ്പ് മാത്രമാണ്. അതിന്റെ ഒരു അതെ, ഒന്ന് ഞാൻ 2 തരം ട്രെയിനിങ് കൊടുക്കാറുള്ളൂ. ഒന്ന് ലീഡർഷിപ്പ്, മറ്റൊന്ന് ഹെൽത്ത് റിലേറ്റഡ് ട്രെയിനിങ്, മറ്റൊന്ന് മെന്ററിങ്. ഈ 3 ഞാൻ പ്രൊഫഷണലി ചെയ്യുന്നത്. അത് ജില്ലകൾ തോറും ഞാൻ ചെയ്യുന്ന ഡേറ്റുകൾ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത്തരം ദിവസങ്ങൾ ഞാൻ നിങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ അറിയിക്കും. സാറിന്റെ ഓൺ ബുക്സ് ഉണ്ടോ ആംസ്ട്രോണില്? ഇല്ല, ഞാൻ ഇതുവരെ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. ഞാൻ ബയോളജി ഓഫ് ബിലീഫ് എന്ന പുസ്തകം മലയാളത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. എനിക്കിതിന്റെ സമയം അത് കിട്ടുന്നില്ല. അത് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യും. മറ്റൊറ്റ പുസ്തകം ഞാൻ എഴുതിയിട്ടില്ല. എഴുതാനോട്ട് വലിയ താല്പര്യം എനിക്കില്ല. സാറേ, ഞാൻ ഇന്നലെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിരുന്നു സാറേ. അപ്പോ സാറിന്റെ നാട്ടുകാരെന്ന് എനിക്ക് മനസ്സിലായി, സാറിന്റെ ആ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. പിന്നെ സാറേ, എനിക്കൊരു ചെറിയ ഡൗട്ട് വെച്ചാല് പലവർക്കും ഇപ്പോ ADHD ഉണ്ടെന്ന് പറയുന്നുണ്ട് സാറേ. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അതൊരു അത് എന്താ സാർ, അതിനെ കുറിച്ചൊന്നും വിഷയമായിട്ട് അത്ര ബന്ധമില്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ADHD പണ്ട് കുട്ടികളിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അറ്റൻഷൻ സർ ഈവൻ ഫോർ അഡൽട്സും ഉണ്ടാറുണ്ടെന്ന് പറയുന്നു സാർ. അത് ഇനി കൂടി വരും. ഒറ്റ കാരണം മൊബൈൽ ഫോൺ. ഒറ്റ കാരണം മൊബൈൽ ഫോൺ. കാരണം ഞാൻ എക്സാമ്പിൾ തെളിയിച്ചു തരാം. നിങ്ങളൊരു മൊബൈൽ ഫോൺ എടുക്കുകയും നിങ്ങൾ എസ്പെഷ്യലി ഏതെങ്കിലും ഒരു റീൽസ് കാണുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഷോർട്സോ റീൽസ് കാണുന്നു. നിങ്ങൾ യൂട്യൂബ് കണ്ടാൽ കുഴപ്പമില്ല. ഈ റീൽസ് കാണുമ്പോൾ നിങ്ങളുടെ പെട്ടെന്ന് റീൽസ് കാണേണ്ടി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ഈ പറയുന്ന ഡോപ്പമൈൻ ഫ്ലോ വളരെ കൂടും. ആ സമയത്ത് നിങ്ങളുടെ സ്പാൻ ഓഫ് അറ്റൻഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. 1 മിനിറ്റ് ഉള്ളത് ഇപ്പൊ 40 സെക്കൻഡ്സ്, 10 സെക്കൻഡ്സ്, 5 സെക്കൻഡ്സിന്റെ റീൽസ് വരാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അസ്വസ്ഥനാവും. നിങ്ങൾ ബ്രെയിൻ ആകെ ഡാമേജ് ആവും. അപ്പൊ നിങ്ങൾ ഹൈപ്പർ ആക്റ്റീവ് ആവും, ADHD വരും, അറ്റൻഷൻ ഉണ്ടാവും. ഇനി ഞാൻ പറയുന്ന അധ്യാപകരോട് ഞാൻ പറയാറുണ്ട്, വെരി ഡിഫിക്കൽട്ട് ടു മാനേജ് ദ ചിൽഡ്രൻ, വെരി ഡിഫിക്കൽട്ട്. അതുകൊണ്ടാണ് കംപ്ലീറ്റ് ടീച്ചേഴ്സ് ആർ കൗൺസിലേഴ്സ് എന്ന പ്രോഗ്രാം കേരള ഗവൺമെന്റ് മുഴുവൻ അധ്യാപകർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് വെരി ടഫ്. ഈവൻ സർ ഫോർ അഡൽട്സ് ഓൾസോ ഞാൻ ഇങ്ങനെ അത് ഡ്യൂ ടു ദിസ് ഇപ്പോഴത്തെ ഇറ അങ്ങനെയാണോ സാർ? ഇല്ല പഴയ കാലത്തും അങ്ങനെ ഉണ്ടായിരുന്നോ ആൾക്കാർ? അങ്ങനെ ADHD പണ്ടേ ഉണ്ട്. പക്ഷേ പണ്ടത്തെക്കാൾ ഇപ്പൊ അതിന്റെ ട്രിഗർ ഇതെല്ലാം ബ്രെയിൻ റിലേറ്റഡ് ആണ്. ADHD നിങ്ങളുടെ ബ്രെയിൻ ഇപ്പൊ നിങ്ങൾ ശാന്തമായിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു കൾച്ചറിൽ വളരുന്ന ഒരാളാണെന്ന് വെച്ചോ, ഏത് മതമാവട്ടെ, ആ മെഡിറ്റേഷൻ എന്ന പ്രോസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ADHD വരില്ല. കാരണം നിങ്ങളുടെ പിന്നെ ഫ്രീക്വൻസി വളരെ സ്പാൻ ആയിരിക്കും. ഇത് നിങ്ങൾ ഷോർട്ട് സ്പാനിലേക്ക് പോയല്ലേ ചെയ്യുന്നത്. അതെ സർ. നിങ്ങൾ കുറ്റം പറയണ്ട. എത്ര രക്ഷിതാക്കൾ അഡിക്റ്റ് ആണ് മൊബൈൽ ഫോണിന്. ഈവൻ യുഎസ്എൽ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പ്രേക്ഷകരോടാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ട്രെയിനിങ് പറയണം, ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ പാവം ഇത് ഒഴിവാക്കും. സാർ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറഞ്ഞിരുന്നു. ഉറങ്ങുന്ന ഒരു അരമണിക്കൂർ മുമ്പേ യു ഹാവ് ടു സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓക്കെ സർ. താങ്ക് യു സർ. താങ്ക് യു സർ. എന്ത് ചോദ്യമാണ് ചോദിക്കാതെ, ഇതൊരു കുടുംബ സംഘമായ കുട്ടിയാൽ മതി. അല്ല, ഇതിന് മണി മേക്കിങ്ങിനെ കുറിച്ചൊക്കെ സാറിന് ക്ലാസ് എടുക്കുമോ? സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകം ഞാൻ ചെയ്യുന്നുണ്ട്. അടുത്ത പുസ്തകം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. അതിൽ മണിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇത് മണി ഒന്നും സിമ്പിൾ ആണ് രാജീവ്. അതായത് നിങ്ങൾക്ക് അട്രാക്ഷൻ മണി വേണമെങ്കിൽ മണി കിട്ടും. നിങ്ങൾ സൊസൈറ്റിയിൽ കിട്ടും. നിങ്ങൾക്ക് ഒരു നല്ല ഫുഡ് ആണെങ്കിൽ അത് കിട്ടും. നിങ്ങൾക്ക് ട്രാവൽ ആണെങ്കിൽ അത് കിട്ടും. വാട്ട് എവർ ഇറ്റ് ഇസ്. അതിലൊരു പ്രത്യേകിച്ച് ഒരു സാധനം നല്ല മണി. ഓക്കെ ഓക്കെ. ഇതിൽ ഈ മണി അല്ലെങ്കിൽ അംഗീകാരം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാട്ട് എവർ യു ആർ ടോക്കിംഗ് എല്ലാം സെയിം ആണ്. ഇപ്പൊ ചിലവരിപ്പോ ബിസിനസ്സിന്റെ താല്പര്യത്തിലുള്ള ആൾക്കാരുണ്ടാവും, ചിലവർക്ക് ചാരിറ്റിയുടെ ഉണ്ടാവും, ചിലവർക്ക് ഒരു വലിയ സമൂഹത്തെ സൃഷ്ടി എന്ത് തന്നെ ആയാലും അത് അട്രാക്ട് ചെയ്യും. ഒറ്റ സംഭവം വർക്ക് ചെയ്യും, ന്യൂറോൺസ്. ഓക്കെ. നിങ്ങൾക്കൊരു എഴുത്തുകാരനാണ് അതാവും. ഇവിടെ ഏത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മാജിക്കോ തിങ്കിങ് പറയുന്നത് ബിഗ് ആയി ചിന്തിക്കുമ്പോൾ എന്തും നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം നിങ്ങളുടെ ഡിഫറൻസ്. ഇപ്പൊ രാജീവ് സാറ് പറഞ്ഞ പോലെ അത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അത് നടക്കും. ഈ ബയോടോറിയത്തിൽ വരുന്നവർക്ക് ആ ബിസിനസ്സിലൂടെ നടക്കാൻ പറ്റും. ഇനല്ല എഴുത്തുകാരനാണെങ്കിൽ എഴുത്ത് പറ്റും, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആളാണെങ്കിൽ റിസർച്ച് പറ്റും. മാനിഫെസ്റ്റേഷൻ ആണ് മാനിഫെസ്റ്റേഷൻ പറ്റും. ഈവൻ മാനിഫെസ്റ്റേഷനിൽ മേ ബി ദിൽ സാർ പറഞ്ഞ പോലെ വരാൻ കാരണം ഈ പ്രോഗ്രാമിൽ വന്നത് നിങ്ങളുടെ ലോ ഓഫ് അട്രാക്ഷനിൽ മാനിഫെസ്റ്റേഷനിൽ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞപ്പോ തിരിച്ചറിഞ്ഞു. എന്റെ അടുത്ത് കമ്പനികളുണ്ട്, ബിസിനസ് മാഗ്നറ്റ്സ് ഉണ്ട്, MLM കമ്പനികളുണ്ട്, എല്ലാവരും വരുന്നുണ്ട് എന്റെ. അപ്പൊ ഞാനതിൽ സെലക്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ വിഷൻ, അവരുടെ കാഴ്ചപ്പാട്, അതോടൊപ്പം തന്നെ അവരുടെ ടീം, അതിലൂടെ എന്നിൽ എത്തുന്ന XYZ. ഇപ്പൊ രാജീവ് സാർ ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് ഒരു എംപ്ലോയി ആണ്. അദ്ദേഹം സാറ് വന്നിരിക്കുന്ന ഒരു മേഖലയിലെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. രണ്ടും ഒക്കെയാണ്. ഇവിടെ നമുക്ക് നിങ്ങളുടെ രണ്ടുപേരുടെയും ലക്ഷ്യത്തിൽ എത്തിക്കാൻ എനിക്ക് സാധിക്കും. ഞാൻ അഹങ്കാരം പറഞ്ഞ് കാണല്ലേ. എന്റെ ട്രെയിനിങ്, എന്റെ റിസർച്ച് അതാണ്. ഞാൻ PhD ചെയ്യുന്നത് ന്യൂറോ സയൻസിലാണ്. അതിൽ തന്നെ 2-3 ഏരിയ ഞാൻ വളരെ സ്പെഷ്യലൈസ് ചെയ്യുന്ന അഡിക്ഷൻ ആണ്. രണ്ടാമത്തെ കാര്യം മാനിഫെസ്റ്റേഷൻ. അതുകൊണ്ട് ഒരു പേടിയും വേണ്ട. നമുക്ക് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കരുത്തരായ മനുഷ്യരാകുമ്പോ നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്ത് ഞാൻ പറയട്ടെ, എത്രയോ പട്ടാളക്കാരുണ്ടായിരുന്നു. ഒരു ശുഭാംശു ശുക്ല മാത്രമാണ് എവിടെ പോയത്, നമ്മുടെ സ്പേസിൽ പോയത്. കാരണം കുട്ടിക്കാലം മുതൽ ഞാൻ ആകാശത്ത് പോകുമെന്ന് സ്വപ്നം കണ്ട ആളാണ്. രാകേഷ് ശുക്ല ആയിരുന്നു സാർ. രാകേഷ് ശുക്ല. ശുഭാംശു സംതിങ് മേ ബി ശുക്ല. അത് നീൽ ആംസ്ട്രോങ് ആണ്. ഞാൻ ഇതിൽ മാത്രം പഠിക്കുന്ന ഒരാളാണ്. ഞാൻ ഇതിൽ മാത്രമേ ഇനി പഠിക്കൂ. ഞാൻ ന്യൂറോ സയൻസ് മാത്രമേ പഠിക്കൂ.
അതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ലിങ്ക്ഡ് ആണ്. അത് ഡിസീസിൽ വരും. നിങ്ങളെ അസുഖങ്ങളെ നമുക്ക് ന്യൂറോ സയൻസ് വഴി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ന്യൂറോ സയൻസ് ഇറ്റ് ഈസ് ലിങ്ക് ടു എവറി ഇതാന്നാ പറയുന്നത് സാർ. ന്യൂറോ സയൻസ് ഇസ് ലിങ്ക് ടു നമ്മുടെ ഡെയിലി ലൈഫ്. ഓക്കെ, ആബ്സല്യൂട്ട്ലി ഡെയിലി ലൈഫ് എല്ലാറ്റും വരും. ഡെയിലി ലൈഫ് ഈസ് യു മേക്കിംഗ് ചേഞ്ചസ്. സാറ് മൈൻഡ് പവർ ട്രെയിനിങ് എടുക്കാറുണ്ടോ? ഞാൻ വളരെ പ്രധാനമായിട്ട് മൈൻഡ് പവർ ട്രെയിനിങ് തൊട്ട് ട്രെയിനിങ് ഇല്ല. അത് കുറെ ആൾ മാർക്കറ്റിംഗിന് ഉപയോഗിക്കുന്ന വാക്കാണ്. നിങ്ങൾ മൈൻഡ് പവർ ന്യൂറോ സയൻസ് ഷിഫ്റ്റിംഗ് ട്രെയിനിങ്ങുകളാണ് നടക്കുന്നത്. സീ വാട്ട് ഐ എം ഡൂയിങ്. നിങ്ങളൊരു 2 days, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. 2 days യു കം ആൻഡ് സ്റ്റേ വിത്ത് മീ. ഡെഫിനറ്റ്ലി ഐ ക്യാൻ ട്രാൻസ്ഫർ. പക്ഷെ അത് 60 പേരുടെ ഒരു ബാച്ച് മാത്രമേ ഞാൻ എടുക്കൂ. ഐ കനോട്ട് ഡു മോർ ദാൻ ദാറ്റ്. ഓക്കെ, അത് ചെയ്യാൻ പറ്റും. ഐഡിയ പറഞ്ഞു. ബിഗ് ഡാഡ് പുവർ ഡാഡ് അതിന്റെ ബുക്ക് റിവ്യൂ ഉണ്ടോ സാറ്? റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്റെ മകൻ വായിച്ചിട്ടുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് ഈസ് എ വണ്ടർഫുൾ ബുക്ക്. റോബർട്ട് ടി കിയോസാക്കി. സെയിം തിയറി. ഞാൻ ഈ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചാൽ ഇപ്പൊ മൈൻഡ് സ്ട്രോങ് ആയിട്ട് ഒരുപാട് അത് ഞാനത് അറ്റൻഡ് ചെയ്തിട്ടായിരുന്നു. പിന്നെ ഈ ഗ്ലാസ് ഒക്കെ ബ്രോക്ക് ചെയ്തിട്ടിട്ട് അതിന്റെ മുകളിൽ കൂടെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഞാനൊരു ചെറിയ കാര്യം അടുത്തോട്ട് ചോദിച്ചോട്ടെ. ഇത്തരം ട്രെയിനിങ്ങുകളിൽ അറ്റൻഡ് ചെയ്തവർക്ക് ആ സമയത്ത് കിട്ടുന്ന ഒരു ധൈര്യം അല്ലാതെ ഭാവിയിൽ കിട്ടാൻ ഞാൻ പറഞ്ഞു കിട്ടില്ല. ആ ട്രെയിനർക്ക് പൈസ കിട്ടും. ബട്ട് വാട്ട് ഐ എം ആസ്കിങ് ഈസ് കണ്ടിന്യൂസ് മോണിറ്ററിംഗ് ആൻഡ് മെന്ററിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്റെ ഒരു ആഗ്രഹം കൂടി ഉണ്ട്. ഈ പ്രേക്ഷകരോട് സംവദിക്കാം. ഞാൻ 2 days എന്റെ കൂടെ തന്നെ നിന്നുകൊണ്ടുള്ള ട്രെയിനിങ് ആണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് 2-3 ആൾക്കാരുടെ മെസ്സേജ് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ പറ്റില്ല, അബ്രോഡ്. ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു നമുക്കൊരു 5 hours കണ്ടിന്യൂസ് ഓൺലൈൻ സൂം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ. 5 hours ഒരു സൺഡേ ഒക്കെ നമുക്ക് ഒരു പ്രോഗ്രാം. കാരണം ഇപ്പൊ പറഞ്ഞു പലരും പല നാട്ടിൽ നിന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഞാനത് ആലോചിച്ചിട്ടുണ്ട്. നമുക്കതൊരു ഡിസൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഒരു 9:30 നമുക്ക് തുടങ്ങിയാൽ ആ പ്ലാറ്റ്ഫോം അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഹാവ് ഇപ്പൊ നിങ്ങളിപ്പോ എന്നെ ലൈവായി കാണുന്ന പോലെ തന്നെയാണല്ലോ വീട്ടിൽ നിന്ന് ഇപ്പൊ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ വലിയ സ്ലീപ്പിംഗ്. ടെക്നോളജിയും സ്ലൈഡ്സും ഒക്കെ കാണിച്ചുകൊണ്ട് വി ക്യാൻ ഡു ഇറ്റ്. കാരണം ചെയ്തേ പറ്റൂ. ഐ വോണ്ട് ടു ട്രാൻസ്ഫർ 10 lakh people. സോ അങ്ങനെയാണെങ്കിൽ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു എനിവെയർ. ഐ ക്യാൻ സിറ്റ് ജസ്റ്റ് ലൈക്ക് ടോണി റോബിൻസ് വേർ ഈസ് സിറ്റിംഗ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റും. ഐ ആം തിങ്കിങ് ഇറ്റ്. എന്താണ് സർ? അബുദാബിയിൽ എന്തായാലും ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാം. സ്റ്റുഡിയോ പ്രോഗ്രാം സാർ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അതിനെങ്ങനെയാന്ന്? അത് സാർ ഒന്ന് പേഴ്സണലായി കോൺടാക്ട് ചെയ്യുമോ? ഞാൻ സാർ എവിടെയാണോ എന്നൊക്കെ ലൊക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ ലീഡേഴ്സോടെ കണക്ട് ചെയ്യും. കാരണം ഓർഗനൈസേഴ്സിനെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ. മിനീഷ് ആണേ. മിനീഷ്, താങ്ക് യു മിനീഷ്. 10:40. ഓക്കെ, പറഞ്ഞോളൂ മിനീഷ്. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ചോദ്യം മനസ്സിൽ വന്നത്, അത് ഇവിടെ തന്നെ ചോദിക്കാന്ന് വിചാരിച്ചു. കാരണം ഈ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അതേ ചോദ്യം ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോ എത്ര സാർ പറഞ്ഞല്ലോ, ഇത് നമ്മൾക്ക് ആദ്യം നമ്മൾ വിശ്വസിക്കണം ലക്ഷ്യം നേടുന്നു. അങ്ങനെ ഒരു ലക്ഷ്യം നേടുന്നത് വിശ്വസിക്കാൻ വേണ്ടി എന്തെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ? നല്ല ചോദ്യമാണ് മിനീഷ്. അതായത് താങ്ക്സ് ടു മിനീഷ് ബിക്കോസ് ഹി ഈസ് ദ പേഴ്സൺ ആക്ച്വലി ബിഹൈൻഡ് ദിസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഇങ്ങനെ ഉണ്ടാവാൻ കാരണം മിനീഷാണ്, രണ്ടുപേരാണ്. അപ്പൊ ഞാൻ പറയട്ടെ മിനീഷ്, ഇതില് ഞാനൊരു സിമ്പിളായ കാര്യം, ഈ വിശ്വാസം ഉണ്ടാവാൻ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിന് ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് മാത്രം ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പൊ 141 പേരുണ്ട്, ഞാനടക്കം. ഈ 141 പേരും ഞാൻ അടക്കമാണ്, വ്യത്യാസമൊന്നുമില്ല. നമുക്കൊക്കെ തന്നെ ഓരോ വിശ്വാസങ്ങൾ ഉണ്ടാവും. വിശ്വാസമില്ലാത്ത ഒരാൾ ഈ ലോകത്തുണ്ടാവില്ല. പക്ഷെ ആ വിശ്വാസം തന്റെ വിജയത്തിനാണ് എന്ന രീതിയിലുള്ള ഒരു കൺവേർഷൻ നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മിനീഷ് മനസ്സിലാക്കുന്നുണ്ടല്ലോ? അതായത് എനിക്ക് ഇനി എന്താ വ്യത്യാസം ഇതിന്റെ? അങ്ങനെ നിങ്ങളൊരു നിങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാക്കത്തക്ക വിധത്തേക്ക് വിശ്വാസങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. എന്താണ്? നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ബ്ലാങ്ക് അല്ല, അത് ഓൾറെഡി വയേർഡ് ആണ്. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ കിട്ടിയ ഇൻഫർമേഷൻ, 7 വയസ്സ് വരെ കിട്ടിയ ഇൻഫർമേഷൻ ഒക്കെ വയേർഡ് ആണ്. അപ്പൊ ഒരു വിശ്വാസം അവിടെ
ഈ ന്യൂറോ വയറിംഗ് ഈസ് എ ബിലീഫ്. ഞാൻ ഇന്നലെ കൊച്ചിയിൽ പാമ്പ് കടിക്കുമെന്ന് വിശ്വസിക്കുന്നവരെ പാമ്പ് കടിക്കും, അവർ മരിച്ചു പോകും. പാമ്പ് കടിക്കില്ല എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ അതെടുത്ത് അമ്മാനെ പാടുന്ന ഫോട്ടോ വീഡിയോ ഞാൻ കാണിച്ചു. അപ്പൊ സ്വാഭാവികം അത് വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു സെഷനിൽ ഓൺലൈനിൽ കാണിക്കാം. ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണിത്. അതുകൊണ്ടായിരിക്കും ചോദ്യം വന്നത്. അതായത് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം നമ്മ എല്ലാവർക്കും ഉണ്ട്. അതായത് ന്യൂറോൺസ് എല്ലാവർക്കും ആക്റ്റീവായിട്ട് മാത്രമേ ഇവിടെ ജനിക്കാൻ പറ്റൂ. പക്ഷെ ആ ന്യൂറോൺസിന്റെ ആ വിശ്വാസത്തെ വിജയത്തിന്റെ വിശ്വാസമായിട്ടുള്ള കൺവേർഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. അതിന് നിങ്ങൾക്ക് ഒരു കോച്ച് ഓർ മെന്റർ വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യധികമായ ആഗ്രഹം ഉണ്ടാവണം. നോ ദ വേ. അതിന് എളുപ്പ വഴിയാണ് കോച്ച് ആൻഡ് മെന്റർ. ഞാൻ മനസ്സിലാക്കിയതാണ്. ബിക്കോസ് ഐ ക്യാൻ ട്രാൻസ്ഫർ എ ലോട്ട് ഓഫ് പീപ്പിൾ. സാർ, നമ്മളിപ്പോ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് ഒരു 10% അവേഴ്സ് ഒരു സബ്ജക്റ്റ് പറ്റി തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ന്യൂറോ കോട്ടിങ്സ് വരും, പിന്നെ അത് അതിൽ തന്നെ ആവും. അതുകൊണ്ടാണ് പുവർ പീപ്പിൾ ആൾവേസ് പീപ്പിൾ ആൾവേസ് പിന്നെ ഡ്രൈവർ അക്കൗണ്ട്സ് ജോലിയില്ല. അത് ശരിയാണോ? കറക്റ്റ് ആണോ? അബ്സല്യൂട്ട്. അതായത് നിങ്ങൾ ന്യൂറോൺസിന്റെ മേലെ ഓരോ തരത്തിലുള്ള ഒട്ടുകളുണ്ടാവും. മൊബൈലിൽ വയറൊക്കെ കൊട്ടേന പോലെ. കറക്റ്റ്, അബ്സല്യൂട്ട്ലി. ആ സംഭവം നമ്മൾ തിക്കാവുന്ന അനുസരിച്ച് നിങ്ങളെ ബിലീഫ് സിസ്റ്റം കൂടും. അപ്പൊ എന്താ കുഴപ്പമെന്നറിയോ സാർ? ഒരാള് പരാജയം എന്ന് പറഞ്ഞ് അനുഭവിച്ചിട്ട് ഇയാളെ തിക്കിത്ര വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ വിജയത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ മെന്റർക്ക് നല്ല പണിയുണ്ട്. നമ്മുടെ ഈ ബ്രെയിനിലുള്ള ഒരു 86 ബില്യൺ ന്യൂറോൺസ് മൊത്തം ഒരു മനുഷ്യന്റെ ബ്രെയിനിലുണ്ട്. അതിലൊരു ഇടപെട്ടോട്ടെ. അത് എത്ര ഞാൻ എളുപ്പം പറഞ്ഞുതരാം. ഈ ഭൂമിയെ സങ്കല്പിച്ചാൽ 2 തവണ ചുറ്റേണ്ട അത്രയും ന്യൂറോൺസ് നമ്മുടെ തലച്ചോറ്. ദാറ്റ് ഈസ് 80 ബില്യൺ. 80 ബില്യൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല നമ്മുടെ ബ്രെയിനിൽ. അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ആള് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പൊട്ടുന്നത്. പരാജയപ്പെട്ട ആൾ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടിരിക്കും, വിജയിച്ച ആൾ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കും. എക്സാമ്പിൾ, ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വന്ന ഒരാളെ മനസ്സിൽ വിചാരിക്കും ഒരു 9 മണിക്ക് ഇതിൽ വന്നു, ആരോ പറഞ്ഞിട്ട് വന്നു. എക്സാമ്പിൾ ഇന്ന് രാജീവ്. ഇവർ ഇപ്പൊ 10:40 10:40 ആകുമ്പോഴേക്കും അവരുടെ ന്യൂറോൺസിന് മാറ്റം വന്നിട്ടുണ്ടാവും. ഇനി ഞാൻ എഴുതി ഒപ്പിട്ടുതരാം, അവരെന്റെ തേടി വരും. അതാണ് ഈ ന്യൂറോ സയൻസിന്റെ മെയിൻ. അത് മനസ്സിലാക്കിയ ആൾക്കാരുടെ ജീവിതത്തിൽ വിജയിക്കും ന്യൂറോൺസ് മാറ്റിയിട്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാല് നമ്മളിപ്പോ ഇതിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരാളാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മള് ഉറക്കത്തിൽ ഇത് ട്രിം ചെയ്ത് കളയെന്ന് പറയുന്നത് അത് ശരിയാണോ? അത് ഉറക്കത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യം, ഇപ്പൊ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നു, ഒരാളിന് മൊബൈൽ നോക്കരുത്, വാട്സാപ്പ് നോക്കരുത്. നേരെ വേണം ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ വെള്ളം കുടിക്കുക. നിങ്ങൾ നേരെ കിടക്കാൻ പോകുന്ന വെച്ചു. നിങ്ങൾ നേരെ കിടക്കാൻ പോകുന്ന സമയത്ത് ഈ തോട്ടിലാണല്ലോ നിങ്ങൾ ഉറങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെ തീറ്റ വേവ്സ് ആക്ടിവേഷൻ നടക്കുന്ന മോർണിംഗില് ഓട്ടോമാറ്റിക്കലി ഇതുമായി ബന്ധപ്പെട്ട സക്സസ് തോട്ട്സ് വരും. സിമ്പിൾ ആണ്. 21 ദിവസം. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട്, അത് നടന്നിട്ടില്ല. ഇതിനൊരു വലിയ ഗ്രൂപ്പ് ആക്കിയിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മെസ്സേജ് കൊടുത്താലോ എന്ന് എല്ലാ ദിവസവും എനിക്ക് ആഗ്രഹമുണ്ട്. മേ ബി ഞാൻ മിനിഷോടൊക്കെ പറഞ്ഞിട്ട് ഈ നമ്പറൊക്കെ എനിക്ക് അറിയില്ല എങ്ങനെ കണക്ട് ചെയ്യുന്നു. സോ വി ക്യാൻ ഡു ഇറ്റ്. ഒരു ന്യൂ ഗ്രൂപ്പ് പോസിറ്റീവ് ഗ്രൂപ്പ് നമ്മൾ ഉണ്ടാക്കുന്നു. അതിൽ പിന്നെ വേറെ ബിസിനസ് ഒരു കാര്യം കൂടി സാർ, നിങ്ങളുടെ ഒരു കോച്ചിനെ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഏകലവ്യന്റെ കഥയില്ലേ, ഏകലവ്യന്റെ കഥ എന്ന് വെച്ചാൽ ദ്രോണറെ അയാൾ പഠിപ്പിക്കുന്നില്ല ദ്രോണർ, പക്ഷെ ദ്രോണറെ അയാള് ഗുരുവായി എടുക്കുമ്പോൾ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യും. ഈ മിറർ ന്യൂറോൺസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതുപോലെയാവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പ്ലീസ് കോപ്പി മീ, അല്ലെ എന്റെ പേര് നടക്കാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ പലരോടും പറഞ്ഞു ഞാൻ കൊച്ചി പോകുന്ന കം വിത്ത് മീ. ഞാൻ കുറച്ചു കഴിയുമ്പോൾ എന്റെ യാത്രയിൽ എല്ലാവരും വരും. ആ വന്നു കഴിഞ്ഞാൽ നിന്റെ ട്രാൻസ്ഫറൻസ് ഉറപ്പാ. അതാണ് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും നമ്മൾ ടോക്കിട്ടില്ല. മില്ലിയനേഴ്സിന്റെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ മില്ലിയനേഴ്സാവും, പാവപ്പെട്ടവരുടെ ജീവിക്കുന്നവര് പൂർണ്ണ. നെഗറ്റീവ് ആൾക്കാരുടെ കൂടെ ജീവിക്കുന്നവർ നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആൾക്കാരോട് തിങ്ക് തോട്ട് ജീവിക്കുന്നവര് പോസിറ്റീവ് ആകും. ഈഗിൾസ് ആർ ആൾവേസ് ഈഗിൾസ്, ചിക്കൻസ് ആർ ആൾവേസ് ചിക്കൻസ്. ഇത് 10,000 മോട്ടിവേഷൻ ക്ലാസ്സില് ടെക്നിക്ക് ആരും പറഞ്ഞു കൊടുക്കില്ല സാർ. ടെക്നിക്ക് ആരും പറഞ്ഞു കൊടുക്കില്ല. കാരണം അവർ വിചാരിക്കുകയാണ് എന്റെ ട്രെയിനിങ്ങിലൂടെ എനിക്ക് ഇവര് കിട്ടിയിട്ട് ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. എന്നെ സംബന്ധിച്ചോളം അറ്റ്ലീസ്റ്റ് 1% ഇവിടെ കേൾക്കുന്ന നിശബ്ദരായിരിക്കുന്ന പലരുടെ മനസ്സിലൂടെ ഇത് കടന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം മാത്രം പറയാം, ഞാൻ 9:15 സംസാരിക്കാൻ തുടങ്ങിയ 1.5 മണിക്കൂർ എനിക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ?
ഇതില് ക്ഷീണില്ല എന്ന് പറയില്ല. സാർ അന്ന് ഫസ്റ്റ് മീറ്റിംഗിൽ സാറിന്റെ ഒരു റിലേറ്റീവ് വെച്ചിട്ട് അന്ന് പോലും സാർ അത്രയും പ്രസന്റ് ആയിട്ട് പ്രോഗ്രാം അപ്പൊ അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത്. ഇന്നലെ ഞാൻ 6 മണിക്കൂർ കണ്ടിന്യൂസ് സെഷൻ ചെയ്തു. അതിൽ ഇന്നലെയൊക്കെ ഉള്ളു. എനിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇല്ല, കാരണം എന്റെ ന്യൂറോൺസ് എന്ന് പറഞ്ഞാല് ഈ സക്സസ് അല്ലെങ്കിൽ എങ്ങനെ ചേഞ്ച് അതേഴ്സ്, ഹൗ ടു മേക്ക് ബിഗ്, ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രെയിനിന് പിന്നെ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റും. എനിക്ക് പറ്റില്ല. അതുകൊണ്ട് എന്റെ ഇപ്പൊ ഈ ഹെഡ് മാസ്റ്റർ പോസ്റ്റിന്റെ അടുത്ത വർഷത്തോട്ടില് ഞാൻ നേരത്തെ റിട്ടയർ ചെയ്യാൻ പോയാ. കാരണം എനിക്ക് പറ്റുന്നില്ല. കാരണം സ്കൂളിൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല. അവിടുത്തെ ചില കാര്യങ്ങൾ നോക്കും, ബാക്കി എന്റെ ബ്രെയിൻ വേസ്റ്റ്. അപ്പൊ ഞാൻ റിസർച്ച് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. 24 hours ഇന്റർനെറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഐ ക്യാൻ റിസർച്ച് മൈ പേപ്പേഴ്സ്, ഐ ക്യാൻ റീഡ് ബുക്സ്, ഐ ക്യാൻ പ്ലാൻ. പിന്നെ കുറെ ആളെന്നെ വിളിക്കും, അപ്പൊ അവരോട് സംസാരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും താഴോട്ടേക്ക് വിടില്ല. ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് 2 days വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. അവർക്ക് ഞാനിപ്പോ November 20 സെക്കൻഡ് ലെവൽ കൊടുക്കാൻ പോവാം. അതായത് ഇതിന് സ്കെയിലപ്പ് പ്രോഗ്രാംസ് ചെയ്ത് ഞാൻ 5 ലെയർ വരെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് കഴിഞ്ഞ എനിക്കൊന്ന് 40 പേപ്പർ 45 ആൾക്കാരാണ് അവർക്ക് മാത്രമാണ് അടുത്ത് കൊടുക്കുക. കാരണം ഇത് സ്കെയിലപ്പ് ചെയ്യുമ്പോൾ ഇതാ ചെയ്യുന്നത്. ആക്ച്വലി സാറ് പറഞ്ഞ പോലെ അവരുടെ ഉള്ളിലെ ന്യൂറോ കോട്ടിങ്സിനെ കൺവേർട്ട് ചെയ്തോണ്ടിരിക്കും. തീർച്ചയായിട്ടും. അതായത് അപ്പൊ അതിൽ നമ്മള് ലൗഡായിട്ട് നമ്മള് സ്പീക്ക് ചെയ്യുമ്പോ തന്നെ ആ എല്ലാവരും കൂടി സ്പീക്ക് ചെയ്യുമ്പോൾ അതിലൊരു ന്യൂറോൺസിന്റെ എനർജി സിഗ്നൽസ് വരുന്നുണ്ട് അവിടെ. ഓട്ടോമാറ്റിക് പറയുമ്പോൾ അത് സക്സസിൽ വരുന്നുണ്ട്. ശരി, വെരി ഗുഡ് ഇൻഫർമേഷൻ. താങ്ക് യു സാർ. അതായത് ഞാനിപ്പോ അതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ഇത്രയും താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒരു 1 day ഒക്കെ നമുക്ക് മിനിഷൊക്കെ നോക്കി നമുക്കൊരു 1 day സെമിനാർ ഓൺ വെബിനാർ, അത് നമുക്ക് ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ്ലി ഇരിക്കാണ്ട് പറ്റും. ഇപ്പൊ നമ്മളിപ്പോ 1.5 മണിക്കൂർ സംസാരിക്കുന്ന പോലെ ചെയ്യാൻ പറ്റും. അതിന്റെ ടൈം ഈസ് 10:50. ഓക്കെ, താങ്ക് യു ആൻഡ് ഓൾ അറൗണ്ട്. Thank you, sir. Thank you. Okay, Vasan. Thank you. Are you all happy? Thank you, sir. Happy. Thank you very much. Yes. Thank you, sir. Thank you. നമ്മളെ ഹാപ്പിനെസ് ട്രാൻസ്ഫർ Thank you, sir. Thank you. നറുചിരിയാൽ തന്നെ നിറക്കാമെന്ന് എന്നെ കക്കാട് പറഞ്ഞ പോലെ നമുക്ക് എത്ര make it the best time. Okay. Thank you very much. And good night. Thank you. Thank you very much. Good night. Thank you.